നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആഗോള മെരിടൈം വാണിജ്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 8686 കോടി രൂപ മുടക്കി നിർമ്മിച്ച തുറമുഖം വികസിത ഭാരത സങ്കല്പത്തിന് മുതൽക്കൂട്ടാകുമെന്ന് പ്രധാനമന്ത്രി. ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, മൂന്നാം മില്ലേനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ്. ഇന്ത്യയെ സാർവദേശീയ മെരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണി ചേർക്കുന്ന മഹാസംരംഭം കൂടിയാണെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്തിൽ വികസനമുണ്ട്, ഒപ്പം വിവാദവും. നമുക്ക് ചർച്ച ചെയ്യാം. മെരിടൈം വിദഗ്ധൻ ശ്രീ നാണു വിശ്വനാഥ്, BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഇടതു മുന്നണി നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കോൺഗ്രസ് വക്താവ് ഡോക്ടർ GV ഹരി എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ശ്രീ നാണു വിശ്വനാഥിൽ നിന്ന് ആരംഭിക്കുകയാണ്. കടൽ പോലെ പരന്നു കിടക്കുന്ന വികസനത്തിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് വിഴിഞ്ഞം തുറമുഖം വാതായനങ്ങൾ തുറന്നു വച്ചിരിക്കുന്നു. ഈ തുറമുഖത്തോടെ 220 ദശലക്ഷം ഡോളറിൻ്റെ പ്രതിവർഷ രാഷ്ട്ര നഷ്ടം നികന്നു തുടങ്ങുകയായി. 75% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇക്കാലം അത്രയും. ഇത് അവസാനിക്കുന്നു. രാഷ്ട്ര നഷ്ടം വലിയൊരളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നത് കേരളീയർക്കാകെ അഭിമാനകരമാണ്. യഥാർത്ഥത്തിൽ കരാർ പ്രകാരം 2045 മാത്രമേ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാവേണ്ടതുള്ളൂ. എന്നാൽ അതിന് കാത്തുനിന്നില്ല. 2024 തന്നെ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു, മദർഷിപ്പിനെ സ്വീകരിച്ചു. തുടർന്ന് ഇങ്ങോട്ട് 250-ലേറെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. ഇപ്പോഴിതാ ഒന്നാം ഘട്ടം പതിറ്റാണ്ട് മുമ്പ് പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തിരിക്കുന്നു. 2028 ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം രാജ്യ പുരോഗതിക്ക് നൽകുന്ന സംഭാവനകൾ എന്താവും? ശ്രീ നാണു വിശ്വനാഥ്. നമസ്തേ. 2025 മെയ് മാസം 2-ാം തീയതിയെ ഞാൻ ആധുനിക ഇന്ത്യൻ മാരിടൈം ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ഒരു സുദിനം എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 7 ഭൂഖണ്ഡത്തിന് ആവശ്യമായിട്ടുള്ള 95% വരുന്ന ചരക്ക് വ്യാപാരത്തിലെ ഏറ്റവും പ്രധാന കണ്ണിയായിട്ട് മാറാൻ പോകുന്ന, അല്ലെങ്കിൽ അതിന് രാജ്യം സമർപ്പണം കൊടുക്കുന്ന ഒരു ദിവസം, വസുദൈവ കുടുംബം എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യത്തിലേക്ക് ചുവടുവെക്കുന്ന ഒരു ദിവസമാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ച ദിവസം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് കാരണം, ലോക ചരക്ക് വ്യാപാരത്തിൻ്റെ 95% നടക്കുന്നതും കടലും കരയും ആകാശവും. അതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് കടൽ. അതുമായിട്ട് ചേർന്ന് കിടക്കുന്ന മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കമ്പൈൻഡ് ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിർമ്മിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിലൂടെ യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും, അതിലൂടെ ലോകത്തിൻ്റെ 7 ഭൂഖണ്ഡത്തിനകത്തിലെ 197 രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കടലുകളില്ലാത്ത 44 രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിനും ടൂറിസത്തിനുമുള്ള വാതായനം ചെലവ് കുറച്ച്, ടൈം ഏറ്റവും കുറച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇന്ത്യ ഇന്ന് ഒരു തുടക്കം കുറിക്കുന്ന ദിവസമാണ്. ഇതിനൊരു മറ്റൊരു ചരിത്രങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യക്ക് GDPയിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊണ്ടിരുന്നത് പഴയ കാലത്ത്, അല്ലെങ്കിൽ 1498 പോർച്ചുഗീസ് കപ്പിത്താൻ വാസ്കോഡി ഗാമയുടെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ വരുന്നതിന് മുമ്പ് വരെയും ഇന്ത്യയുടെ GDPയിലെ ഏറ്റവും കൂടുതൽ വരുമാനം നൽകിക്കൊണ്ടിരുന്നത് മാരിടൈം സെക്ടറിൽ കൂടെയായിരുന്നു. അത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം വരെയും നമ്മൾക്ക് വിദേശാധിപത്യത്തിൽ നിന്നും നഷ്ടപ്പെട്ടു. അതിനെ തിരിച്ചു പിടിക്കുന്ന മറ്റൊരു സുദിനം കൂടാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നാം എടുക്കുമ്പോൾ
ഇന്ത്യ രാജ്യത്തിന് ഒപ്പം തന്നെ കേരളത്തിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ദിവസം. എന്തുകൊണ്ടെന്നാൽ എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ 28 സ്റ്റേറ്റുകൾക്കും യൂണിയൻ പ്രദേശങ്ങൾക്കും അയൽ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിനും ആവശ്യമായിട്ടുള്ള ലിങ്കേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് ഇന്ന് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച ഈ ദിവസത്തെ ഇന്ത്യൻ മാരിടൈം ചരിത്രത്തിലെ സുദിനം അല്ലെങ്കിൽ സുവർണ ദിനം എന്ന് നമുക്ക് തങ്കലിപികളാൽ എഴുതാൻ കഴിയുന്ന ഒരു സമയമാണ്. യെസ്, ശ്രീ നാണു വിശ്വനാഥ്, അതേസമയം അനുബന്ധ സൗകര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്കൾക്ക് അറിയാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഈ റെയിൽ ഗതാഗതം അത് അനിവാര്യമാണ്. പക്ഷേ അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ന് ഒരു സുദിനം, അതായത് ഒരു തുറമുഖത്തിൻ്റെ ആദ്യ ദിനം രാജ്യത്ത് സമർപ്പിക്കുമ്പോൾ അതിനകത്തിലെ കുറവുകളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ലോകരാജ്യങ്ങളിലെ തുറമുഖങ്ങളെക്കുറിച്ചും ഹാർബറിനെക്കുറിച്ചും ലോജിസ്റ്റിക്സിനെക്കുറിച്ചും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെക്കുറിച്ചും റിസർച്ച് നടത്തി പഠിച്ചിട്ടുള്ള ഒരാൾ, അതിനകത്തിൽ പരിജ്ഞാനമുള്ള ഒരു അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ലോകരാജ്യങ്ങൾ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് പോർട്ട് എന്ന് പറയുന്ന അല്ലെ ഹാർബർ എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം നാം പ്ലാൻ ചെയ്യുമ്പോൾ ആ അടിസ്ഥാന സൗകര്യത്തെ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്? നമ്മൾക്ക് കാർഗോ പാസഞ്ചേഴ്സിനെ റീജിയണൽ ട്രാൻസ്പോർട്ടേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷനും ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചറിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എങ്കിൽ ഹൃദയവും തലച്ചോറും മാതിരി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഇൻഫ്രാസ്ട്രക്ചറും ആ ഇൻഫ്രാസ്ട്രക്ചറിനോട് ബന്ധപ്പെട്ട് വരേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കണക്ടിവിറ്റിയും കാർഗോയുടെ അവൈലബിലിറ്റിയും അത് ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ചിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാം ഇതിനോട് അനുബന്ധമായിട്ട് ഒപ്പം തന്നെ അതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്ന മാരിടൈം ട്രേഡിൻ്റെ, മാരിടൈം നാവിഗേഷൻ്റെ, മാരിടൈം എഞ്ചിനീയറിംഗിൻ്റെ, മാരിടൈം ലോയുടെ, ആർബിട്രേഷൻ്റെ, കസ്റ്റംസിൻ്റെ മൾട്ടിപ്പിൾ തലത്തെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക. ഗ്രാമീണരായിട്ടുള്ളവർക്ക് ഒപ്പം സാധാരണ മനുഷ്യന് തൊട്ട് ഏറ്റവും ഉന്നത തലത്തിലേക്ക് വരുന്ന ബിസിനസ് കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ പ്രൊഫഷണൽസിനും വേണ്ടിയുള്ള നോഹവും കൊടുക്കുക എന്ന് പറയുന്നത്, അതായത് ഒരു അനാട്ടമിയിൽ നമ്മുടെ തലച്ചോറിനും ഹൃദയത്തിനും എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അത് ഈ വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് എത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്തിലെ ഞാൻ പുറത്തുനിന്നും വിഴിഞ്ഞത്തെ കാണുന്ന അല്ലെങ്കിൽ ഒരാളാണ്, അതിൻ്റെ ബന്ധപ്പെട്ടവരാണ് അത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് പറയേണ്ടത്. ഓക്കെ, അതൊക്കെ PM സുരേഷ് ബാബു, ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി ഇപ്പോൾ വലിയ തർക്കം നടക്കുകയാണ്. ഇപ്പോൾ ഇടതുമുന്നണി അവകാശപ്പെടുന്നു അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് അവർക്കാണ് എന്ന് പറയുന്നു. UDF അവർ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്താണ് അതിലെ വസ്തുത? എന്താണ് യാഥാർത്ഥ്യം? ആരെങ്കിലും ഒരാൾ ആദ്യം ഇത് കൊണ്ടുവന്നിരിക്കണമല്ലോ, ഒരാൾ അല്ലെങ്കിൽ ഒരു സംവിധാനം. ആ സംവിധാനം ആര്, എവിടെ, എങ്ങനെ? അത് ഒരാൾക്കല്ലാതെ ഒരു സംവിധാനത്തിനല്ലാതെ അല്ല ഒരാൾക്കല്ലാതെ എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് വളർന്ന് വലുതാകുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായും അതിൻ്റെ പിതൃത്വത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ അവകാശവാദങ്ങളോ ഒക്കെ ഉണ്ടാകും. അതിനെ അങ്ങ് സ്വീകരിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വളരെ വലിയ ഗൗരവത്തോടു കൂടി അതിനെ കാണേണ്ടതായിട്ടില്ല. കേരളം ഭരിച്ചിട്ടുള്ള ഭരണകൂടങ്ങൾ അത് മാറി മാറി, ഇപ്പോൾ മാത്രമാണല്ലോ തുടർ ഭരണം വന്നിട്ടുള്ളത്, മാറി മാറി വന്നിട്ടുള്ളത് UDFും LDFും തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഒരു പദ്ധതിയുടെ പിന്തുടർച്ച അല്ലെങ്കിൽ തുടർച്ച സ്വാഭാവികമായും ഓരോ ഭരണകൂടത്തിൻ്റെ കൈകളിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ
ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ രാഷ്ട്രീയ അനുകമ്പ നേടിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം എന്ന നിലക്ക് മാത്രമേ ഞാനതിനെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഒരു വസ്തുത നമ്മൾ എടുക്കുമ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തുടങ്ങുമ്പോൾ എല്ലാവർക്കും കർക്കശത്തോടു കൂടിയൊന്നും സമീപിക്കാൻ കഴിയില്ലല്ലോ. തുടങ്ങി PPP ആയി വന്നു. ആ വന്നതിന് ശേഷം 2016 വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത ഈ പരിപാടി ഈ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള പ്രതിബദ്ധതാപൂർണമായ സമീപനത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട്, യൂണിയൻ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് അത് നടപ്പാക്കുന്നതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗവൺമെൻറ്റും കാണിച്ച ഒരു സവിശേഷമായ താല്പര്യം അത് വളരെ ശ്ലാഘനീയമാണ്. ആ ശ്ലാഘനീയത പറയുമ്പോൾ മറ്റ് ആരെയെങ്കിലും വിസ്മരിച്ചതായിട്ടാണ് എന്ന് തോന്നരുത് എന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. അങ്ങനെ ആരെയും വിസ്മരിച്ചിട്ടൊന്നുമല്ല. കേരളം ഭരിച്ചിരിക്കുന്ന എല്ലാ ഭരണകൂടങ്ങളും, അതിൽ ശ്രീമാൻ AK ആൻ്റണിയുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയുണ്ട്, ശ്രീ EK നായനാരുണ്ട്, ശ്രീ VS അച്യുതാനന്ദനുണ്ട്. അവരെല്ലാം ഈ കാര്യഘട്ടങ്ങളിൽ കാലാകാലങ്ങളായി ഓരോ സമയങ്ങളിൽ അവരവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ തുടക്കത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ ചെറിയ കോൺട്രിബ്യൂഷനെ ചെയ്യാൻ കഴിയൂ. പക്ഷേ അവസാനം PPP മോഡൽ വന്നു. അതിൽ കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, അത് ഈ പദ്ധതി നടപ്പാക്കുവാൻ കരാർ ഏറ്റെടുത്തിട്ടുള്ള ശ്രീമാൻ അദാനി ഗ്രൂപ്പ്, ഇവരെല്ലാം ചേർന്നുകൊണ്ട് വരുമ്പോൾ അവിടെ വരുന്ന പെശകുകൾ, അവിടെ ഉണ്ടാകേണ്ടുന്ന നടപടിക്രമങ്ങൾ അത് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനും തദ്വാര രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിനും വിരുദ്ധമാകുന്നിടത്ത് ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇപ്പോൾ നിലവിലുള്ള 9 വർഷങ്ങളായി ഈ ത്വരിതഗതിയിൽ പണി നടക്കുമ്പോൾ മാത്രമാണല്ലോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വരിക. ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളതാണ്. അതിന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സഹകരണവും പല തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പങ്കാളിത്തം വളരെ വളരെ ചെറുതോ അല്ലെങ്കിൽ തീരെ ഇല്ലാത്തതോ ആയിപ്പോയി എന്ന പരിതാപം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളീയ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ഉള്ളത് പരിഹരിക്കാൻ ഇനിയും അവസരങ്ങളുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിന് അക്കാര്യത്തിൽ കൂടുതൽ ഉദാരമായൊരു സമീപനം സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ തർക്കത്തിന് കേരളീയ ജനത വലിയ മതിപ്പ് കൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ല, പക്ഷേ ഒരൊറ്റ സംശയം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 5000 കോടിയുടെ 5000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാട്, അതുപോലെ കടൽ കൊള്ള എന്നൊക്കെയായിരുന്നു ആക്ഷേപിച്ചിരുന്നത്. അന്ന് പ്രതിപക്ഷത്ത് ആയിരുന്ന നിങ്ങൾ അടക്കമുള്ളവർ, അന്ന് PM സുരേഷ് ബാബു കോൺഗ്രസ്സിലായിരുന്നു, താങ്കൾ പ്രതിപക്ഷത്തുണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷത്തുള്ളവർ അന്ന് അദാനിയെ ബൂർഷ്വ എന്നാണ് വിളിച്ചിരുന്നത്. അദാനിയെ അകറ്റി നിർത്തുകയായിരുന്നു. ഇന്ന് കണ്ട കാഴ്ച, അദാനിക്ക് കൈ കൊടുക്കുന്നു, അദാനിയുമായിട്ട് ഇങ്ങനെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് ഉള്ള ആ അവസ്ഥയെല്ലാം പാടെ മാറി എന്നാണോ പറയുന്നത്? വളരെ സുതാര്യമായിട്ടാണോ നിങ്ങൾ ഈ സംവിധാനത്തെ കൈകാര്യം ചെയ്തത്? അല്ല, അതെന്താന്ന് വെച്ചാൽ അതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി മനഃപൂർവ്വമാണ് എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറിപ്പില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ കരാറിനകത്ത് ഉണ്ടായ ഒരു സംസ്ഥാന വിഹിതത്തിനോ രാഷ്ട്രവിഹിതത്തിനോ കിട്ടേണ്ടുന്ന പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റബിലിറ്റി വളരെ കുറവായിരുന്നുവെന്നും അത് പരിഹരിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് ആ എഗ്രിമെൻറ്റിനകത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്താണല്ലോ ഇത് എഗ്രിമെൻ്റ് ഒപ്പിടുന്നത്, ആ എഗ്രിമെൻറ്റിനകത്തുള്ള ആർബിട്രേഷൻ ക്ലോസ് ഉപയോഗിച്ച് കൂടുതൽ സുതാര്യമായി കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കേരളത്തിനും യൂണിയൻ ഗവൺമെൻറ്റിനും ബാധകമാകുന്ന, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുന്ന എഗ്രിമെൻറ്റുകളിലേക്ക് മാറാൻ കഴിഞ്ഞു എന്നത് ഒരു വസ്തുതയാണ്.
അതുകൊണ്ടാണ് അത്തരം ചില ആക്ഷേപങ്ങൾ ഒരുപക്ഷെ അന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അത് പൂർണ്ണമായും തെറ്റോ അല്ലെങ്കിൽ പൂർണ്ണമായും കളവോ അല്ലെങ്കിൽ അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ എഗ്രിമെൻ്റ് PPP എഗ്രിമെൻ്റ് നിൽക്കുന്നത്, പാർട്ട്ണർഷിപ്പ് നിൽക്കുന്നത് എന്ന് ആരും പറയില്ല. അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒപ്പുവെച്ച കരാറിൽ ആർബിട്രേഷൻ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് മാറ്റം വരുത്തി കൂടുതൽ പബ്ലിക് പാർട്ടിസിപ്പേഷന് ബെനിഫിഷ്യറി ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലുള്ള ആക്ഷേപത്തിന് പിന്നീട് ആ ആക്ഷേപം ഉന്നയിച്ച ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിച്ചു. ഒരു നല്ല ശതമാനം വരെ പരിഹാരവും ഉണ്ടായിട്ടുണ്ട് എന്നത് നാം ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, വളരെ തന്ത്രപരമായിട്ടുള്ള മറുപടിയാണ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു നൽകിയത്. ഡോക്ടർ ഹരി, 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. പിണറായി പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. ഇടക്കാലത്ത് അനിശ്ചിതത്വത്തിലായി പദ്ധതി പഠനത്തിനായി 2009 ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു. 2010 ടെൻഡർ നടപടികളിലേക്ക് കടന്നെങ്കിലും കേന്ദ്രം ആ ഘട്ടത്തിൽ അനുമതി നിഷേധിച്ചു, UPA സർക്കാരിൻ്റെ കാലത്ത്. തുടർന്നുള്ള ഘട്ടം പദ്ധതിക്കായുള്ള മനുഷ്യച്ചങ്ങല അടക്കമുള്ള പ്രക്ഷോഭങ്ങളുടേതായിരുന്നു. 2015 ഒരു കരാറുണ്ടായി. എന്നാൽ പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ അത് നേരിട്ടു. വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണമെന്ന നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടത്. അതായത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവ. വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയമാണ് കൈക്കൊണ്ടത്. അത് പ്രകാരമാണ് 2016 അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തത്. അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയെ യാഥാർത്ഥ്യമാക്കി മാറ്റിയത് എന്നാണ് പിണറായി വിജയൻ ഇന്ന് അവിടെ പ്രസംഗിച്ചത്. പക്ഷേ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇത് കേട്ടാൽ ചിരിച്ച് ചാവും. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതായത് ഈ മനുഷ്യൻ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാലത്താണ് ജീവിക്കുന്നത്. നമുക്ക് എല്ലാ രേഖകളും കൃത്യമായി നമുക്ക് ഗൂഗിൾ ചെയ്തെടുക്കാവുന്നൊരു കാലത്താണ് നമ്മളുള്ളത്. അത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ, ഇവരന്ന് നടത്തിയ സമരങ്ങൾ, ഇതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആര് ഉദ്ഘാടനം ചെയ്താലും ഈ പദ്ധതി ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു, അദ്ദേഹം ഉദ്ഘാടനം ചെയ്തോട്ടെ. ഇതാരും ഉദ്ഘാടനം ചെയ്യാതെ നിങ്ങൾ ആരെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ആര് വന്നാലും വന്നില്ലെങ്കിലും ഈ പദ്ധതിയുടെ അതിൻ്റെ ഉത്തരവാദിയായി കേരളത്തിലെ 1.5 കോടി ജനങ്ങൾ കാണുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് മറ്റാരുമല്ല, ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇന്ന് CPIയുടെ നേതാവ് ശ്രീ C. ദിവാകരൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ കടമായി ഇവിടെ ഈ വേദിയിൽ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. 86 മുതൽ, ഇപ്പം ഞാൻ നേമം നിയോജക മണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. 86 ലീഡർ ശ്രീ K. കരുണാകരൻ നേമത്ത് മത്സരിക്കുമ്പോൾ തുടങ്ങിയ പദ്ധതി തുടക്കമാണ്. അതിൻ്റെ തുടക്കം അദ്ദേഹം അന്നത്തെ ഇതിൻ്റെ സെക്രട്ടറി ആയിരുന്ന അന്ന് ബാബു പോൾ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ വളരെ കൃത്യമായി ഇതിൻ്റെ പദ്ധതിയുടെ തുടക്കത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ അന്നത്തെ നമുക്കറിയാവുന്ന പോർട്ട് മിനിസ്റ്റർ ഇന്ന് ശ്രീ വാസവനാണെങ്കിൽ അന്ന് ശ്രീ രാഘവൻ അദ്ദേഹമാണ് അതിൻ്റെ ചൊക്കാൻ പിടിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടക്കം അങ്ങനെയാണ്. അത് മുതൽ ഇന്ന് ഏറ്റവും അവസാനമായി ഇന്നത്തെ ഈ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിഭാവനം ചെയ്താൽ അല്ലെങ്കിൽ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചാൽ മാത്രം ഒരു പദ്ധതി ഉണ്ടാവില്ല. ശ്രീ ഉമ്മൻചാണ്ടി ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദനും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ പിണറായി വിജയനും ആരോപിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതെത്രയോ ആവർത്തി യൂട്യൂബുകളിൽ നമുക്ക് റിസർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മുഴുവൻ അതിങ്ങനെ പ്രചരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ പരിഹാസ രൂപേണ പറഞ്ഞൊരു കാര്യം, കല്ലിട്ടാൽ മാത്രം കപ്പലോടില്ല എന്നുള്ളതാണ്. വെറും കല്ലിട്ട് മാത്രമല്ല അദ്ദേഹം പോയത്. അങ്ങനെയാണെങ്കിൽ എത്രയോ കല്ലുകൾ ശ്രീ പിണറായി വിജയനായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് ഒരു കല്ല് പോലും ഇടാൻ സാധിച്ചിട്ടില്ല. ഒരു പദ്ധതിയെക്കുറിച്ച് സുരേഷ് ഏട്ടൻ പറയട്ടെ. ഇവിടെ സുരേഷ് ഏട്ടൻ വളരെ തന്ത്രപരമായി അത് പറഞ്ഞു. അദ്ദേഹത്തിന് അത് യാഥാർത്ഥ്യം അറിയാം. അദ്ദേഹം അത് പറയുമ്പോൾ അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് കഴിയുള്ളൂ. അദ്ദേഹം ഞങ്ങളോടൊപ്പമായിരുന്നു, നേരത്തെ അതിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്കൊപ്പം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളായിരുന്നു സുരേഷ് ഏട്ടൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ഇല്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തന്നെ നമുക്ക് ആ വരികൾ കൂടെ ഇടയിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് അറിയാം ശ്രീ ഉമ്മൻചാണ്ടി ഈ പദ്ധതിയെ എത്രത്തോളം കൊണ്ടുവരാൻ ശക്തമായിട്ട് ഇടപെട്ടു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങളതിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടത് എന്നുള്ളത് പറയൂ. പക്ഷേ ഈ പദ്ധതിയെ
വെറും അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. എന്തു വില കൊടുത്തും ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പദ്ധതി ഞങ്ങൾ നടപ്പാക്കും എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അന്നത്തെ അതിൻ്റെ വലിയ ദേശാഭിമാനിയുടെ വലിയ ചിത്രങ്ങളൊക്കെ ഇന്ന് നമ്മുടെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സജീവമാണ്. അതിൽ കടൽ കൊള്ള എന്നാണ് പറഞ്ഞത്. ഇന്ന് അവർ പറയുന്നത് കടൽ കൊള്ളാം എന്നാണ്. മനസ്സിലായില്ലേ? കടൽ കൊള്ള എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് പറയുന്നു കടൽ കൊള്ളാം എന്ന് പറയുകയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. 2025 എത്തുമ്പോൾ കടൽ കൊള്ള എന്ന് അന്ന് ആരോപിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് കടൽ കൊള്ളാം എന്ന് പറയുന്നിടത്തേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ്. അതിന് കാരണം കൂടിയുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇവിടെ നമ്മളോടൊപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കടലുമായി ബന്ധപ്പെട്ട അതിന് വിദഗ്ധൻ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഒരു അത് പോട്ടെ, അദ്ദേഹത്തിൻ്റെ ആ വൈദഗ്ധ്യത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ആ പദ്ധതിയുടെ തറക്കല്ലിടണമെങ്കിൽ അതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലേ? അല്ലറിയാത്തതല്ലേ? ആദ്യമായി നമ്മൾ പോട്ടെ, വേറെ എല്ലാം വിടാം, നമുക്കൊരു വീട് വയ്ക്കാൻ എടുക്കാം. ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. വീട് വയ്ക്കാൻ നമ്മൾ ആദ്യം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രക്രിയ ആദ്യം ഒരു എഞ്ചിനീയറെ കാണുക, അതിൻ്റെ പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ, അല്ലാതെ നേരിട്ട് പോയി കല്ലിടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സ്ഥലമുണ്ടാകണം. സ്ഥലം നമുക്ക് അനുകൂലമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പറയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. 20 മീറ്റർ ആഴം ഉണ്ട് എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ലോകത്തിലെ ഏത് കപ്പൽ ഇവിടെ വന്നാലും ആ കപ്പൽ, അത് നമ്മൾ മദർഷിപ്പ് എന്നാണ് ഇവരുടെ ഭാഷയിൽ പറയുന്നത്, ആ മദർഷിപ്പിന് അടുക്കാൻ ഒരു പ്രയാസവും ഇവിടെ ഇല്ല. അവിടെ ഏറ്റവും ഇതിനോടകം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയൊരു ഷിപ്പ് ഇവിടെ വന്നിട്ട് പോയത്, പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹത്തെ. അതെ, അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ ഷിപ്പ് വന്നിട്ടുണ്ട്, ആ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ഷിപ്പിന് ഇവിടെ വരാനുള്ള കാരണം ഇതൊരു സ്വാഭാവികമായ തുറമുഖമാണ്. ഞാനിതിൻ്റെ വിഴിഞ്ഞത്തിൻ്റെ സമയത്ത് ഇതിൻ്റെ തുടക്കമായപ്പോൾ ഇതിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഇത് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആലോചനയിലുള്ളതാണ്. കുളച്ചൽ നിന്നൊക്കെ പോകാതെ നമ്മുടെ ഈ വിഴിഞ്ഞത്തേക്ക് ഇത് കൊണ്ടുവരാൻ അന്ന് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ചരിത്രരേഖ മുതലുണ്ട്. അപ്പോൾ അവിടെ ഈ മദർഷിപ്പിന് അടുക്കാൻ കഴിയുന്ന സ്വാഭാവികമായി ഇവിടെ നമ്മൾ കൊച്ചിയിലേക്ക് പോയാൽ കൊച്ചിയിലെ തുറമുഖത്തിന് ഇത്രയുമല്ല, 8, 9, 12 വരെയാണ് അവിടുത്തെ ഒരു ആഴത്തെക്കുറിച്ചൊക്കെ ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ 20 മീറ്റർ താഴ്ചയുള്ള ഈ സ്വാഭാവികമായൊരു പ്രക്രിയ, അത് മാത്രമല്ല ഇത് അകത്തേക്ക് ഇങ്ങനെ കയറിയാണ് കിടക്കുന്നത്. നമുക്ക് ആ സ്വാഭാവികമായൊരു കർവ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ കര ഇങ്ങനെ ഈ തിരയിടാതെ അകത്തേക്ക് കയറ്റി സുഖമായി പാർക്ക് ചെയ്യാൻ, അങ്ങനെ ഒരു വാക്കല്ല യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്, പക്ഷേ അങ്ങനെ തന്നെയാണോ? ആങ്കർ ചെയ്യാൻ, അതെ, ആങ്കർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്, അതിന് ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് മണ്ണധികം മാറ്റാതെ നമുക്ക് വലിയ പണം ചിലവില്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയുടെ ഒരു പ്ലാനാണ്. അപ്പോൾ നമ്മൾ വീടുണ്ടാക്കാൻ പോകുമ്പോൾ പ്ലാനുണ്ട്. പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കോർപ്പറേഷനിലേക്ക് നമ്മൾ അപേക്ഷ കൊടുക്കണം, അല്ലേ? എന്തിനാണ്? നമുക്ക് ഈ പ്ലാൻ അംഗീകരിച്ച് കിട്ടണം. അപ്പോൾ ഇതേ പ്രക്രിയ തന്നെയാണ് ഒരു സർക്കാർ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോകുമ്പം പ്ലാൻ ഉണ്ടാകണം. ആ പ്ലാൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്ലാനിന് അംഗീകാരം ഉണ്ടാകണം. അതിന് നമ്മൾ പാരിസ്ഥിതിക അനുമതി എന്നൊക്കെ നമുക്ക് പറയാം. ആ പാരിസ്ഥിതിക അനുമതി അതിനകത്തുണ്ടാവണം. ആ പാരിസ്ഥിതിക അനുമതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഗ്ലോബൽ ടെൻഡറിലേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരുപാട് എഞ്ചിനീയർമാരുണ്ട്, ആരെ വേണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ള കാശും ലോകത്ത് ഇഷ്ടംപോലെ പൈസ കൊണ്ട് കൊടുത്ത് നമുക്ക് പൈസ ഇഷ്ടംപോലെ ഇല്ല. അപ്പോൾ ഉള്ള ഇതിനകത്ത് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം കണ്ടെത്തണം. അവരുമായി കരാറിൽ ഏർപ്പെടണം. ആ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആദ്യത്തെ ബന്ധപ്പെട്ട തുക കൈമാറണം. അതിനുള്ള തറക്കല്ലിടണം. ഇത്രയും പ്രക്രിയ വേണ്ടല്ലേ? ഈ പ്രക്രിയയാണ് നമ്മൾ വെറും തറക്കല്ല് എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുള്ളത്. അത് മാത്രമല്ല, അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം അദ്ദേഹം അവിടെ നടത്തി. ആ പ്രവർത്തനോദ്ഘാടനം നടത്തിയിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി അധികാര സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അല്ലേ സംഭവിച്ചതെന്നറിയാം. 2016 ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം അഴിമതി ആരോപിച്ച ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ ഒരു 2-3 വർഷക്കാലം ഇഴഞ്ഞു നീങ്ങി. ആ ഇഴഞ്ഞു നീങ്ങിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ റെയിൽ ബന്ധിപ്പിക്കാൻ കഴിയുക. കാരണം റെയിൽ കണക്ടിവിറ്റിയും അതോടൊപ്പം റോഡ് കണക്ടിവിറ്റിയും വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ചാനൽ സൂചിപ്പിച്ചത്. നോക്കൂ, ഒരു കണ്ടെയ്നർ വന്നാൽ കണ്ടെയ്നർ എടുത്ത് വച്ച് അവിടെ പോരാ. ഇത് റോഡ് മാർഗം അല്ലെങ്കിൽ റെയിൽ മാർഗം ഇത് എവിടെയെങ്കിലും എത്തിക്കേണ്ടിടത്ത് എത്തിക്കണ്ടേ? അത് 2017 പൂർത്തിയാക്കി കൊടുക്കാം എന്നാണ് കരാറ്. ആ 2017 പൂർത്തിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞത് 2025 അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ആ സംസ്ഥാന സർക്കാർ അത് നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, 2025 റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും വിഴിഞ്ഞത്തിനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇത് ഇങ്ങോട്ട് തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം തന്നെ 1000-കണക്കിന് കണ്ടെയ്നറുകളാണ് വന്നിറങ്ങാൻ പോകുന്നത്. ഈ കണ്ടെയ്നറുകൾ അവിടെ എടുത്ത് വയ്ക്കാൻ സ്ഥലം വേണ്ട. അപ്പൊ അത് അവിടെ നിന്ന് നിരന്തരമായി വരുന്ന കണ്ടെയ്നറുകൾ പൊയ്ക്കൊണ്ടിരുന്നില്ല എങ്കിൽ ഇത് വലിയ നഷ്ടത്തിലേക്ക് പോകും. കാരണം എന്താ? സമയത്തിന് എത്തണ്ടേ? വളരെയധികം ഈ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നശിച്ചു പോകുന്ന തരത്തിലുള്ള സാധനങ്ങളടക്കം
അല്ലെങ്കിൽ ഇങ്ങനെ വളരെ അധികം നമ്മൾ പറയുന്ന ഡയറി പ്രോഡക്ട്സ് അടക്കമുള്ള അങ്ങനെയുള്ള ആയിരക്കണക്കിന് സാധനങ്ങൾ ഇവിടേക്ക് വരികയാണ്. എല്ലാം ടി വിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളല്ല വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള കണക്ടിവിറ്റി, അടിസ്ഥാനപരമായ കണക്ടിവിറ്റി പോലും സർക്കാരിന് 2015 പൂർത്തിയാക്കേണ്ട സർക്കാർ 2025 ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാനതേ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് അതേ സമീപനമാണ് പറയുക. അതൊക്കെ ആളുകൾ തീരുമാനിച്ചോട്ടെ. കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ്, അവർ തീരുമാനിച്ചോട്ടെ ഇതെവിടെയാണ് എത്തിച്ചേരുക എന്നുള്ളത്. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടിനോടൊപ്പം ഇടതുപക്ഷ സർക്കാർ എത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ കുത്തക മുതലാളിമാർക്കെതിരായി നിന്നിട്ടുള്ള CPM ഈ സർക്കാരിൻ്റെ പാർട്ട്ണറാണ് അദാനി എന്ന് പരസ്യമായി മന്ത്രി തന്നെ സമ്മതിച്ചതിനെ കുറിച്ച് ഇന്ന് പ്രധാനമന്ത്രിയും പറയുകയുണ്ടായി. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എവിടെയാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത് CPM എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ചിത്രം ഇന്നത്തെ ശ്രീ വാസവന്റെ പ്രസംഗത്തോടു കൂടി കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്. അപ്പം കമ്മ്യൂണിസം എന്ന് പറയുന്നത് എവിടെ എത്തി നിൽക്കുന്നു, മുതലാളിത്തവും കമ്മ്യൂണിസവും കൈകോർക്കുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടു. ഒപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ BJPയുടെ പ്രസിഡന്റിനെ കൂടി ഒരു സീറ്റ് കൊടുത്ത് അവിടെ ഇരുത്തിയോടുകൂടി സംഗതി പൂർണ്ണമായിട്ടുണ്ട്, എല്ലാം ഭംഗിയായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി കൂടി കേട്ടോ. അല്ല, കേന്ദ്രമന്ത്രി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം കേന്ദ്രമന്ത്രി ആണോ എന്ന് എനിക്കറിയില്ല. അത് പറയും, മുൻ കേന്ദ്രമന്ത്രി ആണെങ്കിൽ എത്രയോ ഓരോ രാജേട്ടനെ കണ്ടില്ലല്ലോ. രാജേട്ടൻ, ഞാൻ പറയട്ടെ, രാജേട്ടൻ എനിക്ക് വളരെ ഞങ്ങൾ MLA ആയിരുന്ന ആളാണ്. രാജേട്ടനെയാണ് അവിടെ ഇരുത്തേണ്ടിയിരുന്നത് നിങ്ങൾ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തിനാണ് മുൻ കേന്ദ്രമന്ത്രി അവിടെ ഇരുത്തിയിരുന്നത്? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മന്ത്രി ഉണ്ടല്ലോ, ജോർജ് കുര്യനെ കണ്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അതൊന്നും പറയണ്ട. അല്ല, നോക്കട്ടെ, ഞാൻ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്കൊന്ന് അനിൽ അതിന് കയറി പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ വളരെ കൃത്യമായി പറയാണ്, വേറൊന്നുമല്ല. ഇന്ന് വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എവിടെയാണ് അദാനിയും CPM തമ്മിലുള്ള കരാർ, എവിടെയാണ് BJPയും CPM തമ്മിലുള്ള കരാർ എന്നുള്ളത് വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് നോക്കൂ, പ്രതിപക്ഷ നേതാവ് ഇന്ന് അവിടെ പങ്കെടുത്തില്ല എന്ന് പറയുന്നു. നമുക്കിവിടെ ആകപ്പാടെ 2-3 പേരാണ് സംസാരിച്ചത്. 5 മിനിറ്റ് വാസവൻ സംസാരിച്ചു, ഇല്ലേ? ബഹുമാനായ തുറമുഖ വകുപ്പ് മന്ത്രി സംസാരിച്ചു. 10 മിനിറ്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിച്ചു. 45 മിനിറ്റ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംസാരിച്ചു. അവിടെ ചെന്ന് അവരുടെ പ്രസംഗം കേൾക്കാനാണോ നിങ്ങൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത്? അല്ലല്ലോ. അദ്ദേഹത്തിന് TV വീട്ടിലിരുന്നാലും കേൾക്കാം പ്രസംഗം കേൾക്കണമെങ്കിൽ. അവിടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം ഉണ്ടായില്ല. സാന്നിധ്യം അതാണ് എന്തുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യം വളരെയധികം ആവശ്യമാണ് എന്ന് CPM തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആവശ്യത്തിനൊരു സീറ്റാ കൊടുത്ത്, അദ്ദേഹമാണെങ്കിലോ 8 മണിക്ക് മുമ്പേ വന്ന് അവിടെ സീറ്റൊക്കെ ഇട്ട് എന്റെ സീറ്റ് പോകാതിരിക്കാൻ അദ്ദേഹം അവിടെ കയറിയിരുന്ന കാഴ്ച കേരളത്തിൽ. അവിടെ ആരൊക്കെ ഇരിക്കണം വേദിയിൽ, ആരൊക്കെ സംസാരിക്കണം, എത്ര മിനിറ്റ് സംസാരിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്ന PMO എന്നാണ്. അല്ല, ഞാൻ അത് തീരുമാനിച്ചോട്ടെ, അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു. ഈ PMOയും CMOയും ഒക്കെ ഏകദേശം ഒരേ തലത്തിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് എന്താണ് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് തീരുമാനിച്ചോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ജനങ്ങൾ പ്രതിപക്ഷത്തിരുത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിരുത്തത് കൊണ്ട് തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. വിഴിഞ്ഞത്ത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ അനുസ്മരിക്കാതെ മുന്നോട്ട് പോയത് തെറ്റാണ് എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് തെറ്റാണ് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം. കാരണം ഇങ്ങനൊരു പദ്ധതി പൂർത്തീകരിക്കാൻ 2017 പൂർത്തീകരിച്ച് കമ്മീഷൻ തുടങ്ങേണ്ടത് 4 കൊല്ലം കഴിഞ്ഞ് ഇഴഞ്ഞ് 2025 ആരംഭിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതിന് ശ്രീ ഉമ്മൻചാണ്ടിയെ വീണ്ടും ഈ അവസരത്തിൽ ഞാൻ വീണ്ടും ഓർക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം. അതുകൊണ്ട് 9 വർഷക്കാലം അവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അനിലെ. അവിടെ സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മാറി വരുന്ന സർക്കാരുകൾ, ഞങ്ങൾ മാറിയാണ് ഭരിച്ചത്. ഈ മാറി വരുന്ന സർക്കാരുകളാണ് രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വിഘാതമായി നിന്നത് എന്നൊരു കാഴ്ചപ്പാട് നേരത്തെ കേരളത്തിൻ്റെ പല എക്കണോമിസ്റ്റുകളും പറഞ്ഞിരുന്നു. അതിന് വിരുദ്ധമായി ആദ്യമായി ഒരു തുടർഭരണം കിട്ടി. 9 വർഷത്തിനിടയിൽ സുരേഷ് ഏട്ടൻ മറുപടി പറയായിരിക്കും, ചേട്ടാ ഒരു പദ്ധതിയുടെ പേര് തുടങ്ങിയിട്ട് അത് അവസാനിപ്പിച്ച് പൂർത്തീകരിക്കാൻ പോകുന്ന ഈ അവസാനത്തെ വർഷം, ഈ ഒരു വർഷം ഇനിയുണ്ടല്ലോ, ഈ 12 മാസത്തിനുള്ളിൽ നിങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു പദ്ധതിയുടെ പേരെങ്കിലും ഈ ചർച്ച കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അങ്ങ് പ്രേക്ഷകരോട് പറയണം എന്നാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ദേശീയപാത വികസനം ഇതൊക്കെ ഒരുപാടുണ്ട്. കണ്ണൂർ വിമാനത്താവളം പറയാം, അവരെ ഉദ്ഘാടനം ചെയ്തു, പക്ഷെ തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടിയാ. കണ്ണൂർ വിമാനത്താവളം, ഇനി കൊച്ചിയിലെ മെട്രോ, അതെ തിരുവനന്തപുരത്ത് മെട്രോ വരുമെന്ന് പറഞ്ഞു. ഞാൻ കാത്തുകാത്തിരിക്കുക ഈ കഴക്കൂട്ടത്ത് തുടങ്ങി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറയാം. അല്ല, അതാണ് പറഞ്ഞത്, അതേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതികൾ നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയാനല്ലാതെ നിങ്ങൾ തറക്കല്ലിട്ട് പൂർത്തീകരിച്ച ഒരു പദ്ധതിയുടെ പേര് കൂടി പറഞ്ഞിട്ട് സുരേഷ് ഏട്ടൻ ചർച്ച അവസാനിപ്പിക്കണം. യെസ്, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, പ്രധാനമായും 2 പരാതികളാണ് ഇന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത് നേരത്തെ ഡോക്ടർ GV അത് ചൂണ്ടിക്കാണിച്ചു.
BJP സംസ്ഥാന അധ്യക്ഷനെ എന്തിന് വേദിയിലിരുത്തി എന്നുള്ളത്. മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും പ്രതികരിച്ചിരുന്നു ആ സമയത്ത് അവിടെ സദസ്സിലിരുന്നു കൊണ്ട്. രണ്ടാമത്തെ കാര്യം, അതായത് ഈ പദ്ധതിയിൽ കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നില്ലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 818 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം നൽകുന്നു. അത് ഒഴിച്ചാൽ ബാക്കിയൊന്നും കേന്ദ്രത്തിൻ്റേതായിട്ടില്ല എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ മിസ്റ്റർ ഹരി അവസാനിപ്പിച്ചിടത്തുനിന്ന് തുടങ്ങാം. കാരണം അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ചർച്ച അവസാനിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വളരെയേറെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന ആളാണ് ഞാൻ. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയേക്കാൾ നമ്മളതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ കേരളമാകുന്നതിന് മുമ്പ് വിഴിഞ്ഞമെന്ന് പറയുന്ന കേരളത്തിൻ്റെ ഈ മുനമ്പ്, ഈ തുറമുഖം അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ മറൈൻ റൂട്ടുമായി ബന്ധപ്പെട്ട് കേവലം 19 കിലോമീറ്റർ മാത്രം, 10 നോട്ടിക്കൽ മൈൽ, 19 കിലോമീറ്റർ മാത്രം അകലം ഉള്ള ഈ തുറമുഖം അല്ലെങ്കിൽ ഈ ഹാർബർ അല്ലെങ്കിൽ ഈ വിഴിഞ്ഞം, അതിനെ എത്രയും വേഗം ഒരു അന്താരാഷ്ട്ര തുറമുഖമായി വളർത്തണം എന്നാഗ്രഹിച്ചത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തീരെ താല്പര്യമില്ലാത്ത സർ CP ആയിരുന്നു. സർ CP രാമസ്വാമിയായിരുന്നു. കേരള സർവകലാശാലയ്ക്ക് ഒരു വൈസ് ചാൻസലർ വേണം എന്ന് പറഞ്ഞപ്പോൾ ആ വൈസ് ചാൻസലർ ആൽബർട്ട് ഐൻസ്റ്റീനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആ CP ആയിരുന്നു വാസ്തവത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകതകളെല്ലാം കണ്ടുപിടിച്ചത്. അവിടുന്ന് പിന്നെ സർവേ നടക്കുന്നു. 40-ലാണ് അത് ഉണ്ടാവുന്നത്. 46-ൽ സർവേ നടക്കുന്നു. ബ്രിട്ടീഷുകാർ രംഗത്ത് വരുന്നു. ഇതിനിടയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോൾ കൊച്ചിയിൽ തുറമുഖമുണ്ട്, മറ്റൊരു തുറമുഖമാകും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അടക്കി വയ്ക്കുന്നു സർവേ. അതിനെല്ലാം ശേഷം പിന്നെ രണ്ടാമത് നമുക്ക് ആ രീതിയിൽ ഒരു സല്യൂട്ട് കൊടുക്കേണ്ടത് മൺമറഞ്ഞു പോയ MV രാഘവനാണ്. 1991-ൽ. കാരണം ഇവരുടെ പേരുകൾ ആരും അനുസ്മരിക്കുകയോ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഉടനെ അത് ഉമ്മൻചാണ്ടിയുടെ പേരിലേക്ക് ചാർത്തി കൊടുക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ചരിത്രം കൂടി നമുക്ക് പരിശോധിക്കണമല്ലോ. ഞാൻ ഉമ്മൻചാണ്ടി ധാരാളം വികസനം കൊണ്ടുവന്ന ആളാണ്, മുഖ്യമന്ത്രിയായിരുന്നു, തീർച്ചയായിട്ടും ആദരിക്കുന്നുണ്ട്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ആധുനിക രാഷ്ട്രീയത്തിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചയാൾ MV രാഘവനാണ്. ആരും ആ കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചില്ല. 1991-ൽ MV രാഘവന് ശേഷം 2015 വരെ ഈ കേരളം ഭരിച്ചത് ആരൊക്കെ? അവരെല്ലാവരും K കരുണാകരനും നായനാരും അച്യുതാനന്ദനും VS അച്യുതാനന്ദൻ അടക്കം ഈ വിഴിഞ്ഞൻ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഉത്തരവുകൾ നേടാൻ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടു. 2006-ൽ VS അച്യുതാനന്ദൻ ബന്ധപ്പെട്ടത് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് തള്ളിക്കളഞ്ഞത്? അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് മൻമോഹൻ സിംഗിൻ്റെ ഭരണമായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. പാരിസ്ഥിതിക അനുമതി കൊടുക്കാതെയാണ് വിഴിഞ്ഞം പദ്ധതി തള്ളിക്കളഞ്ഞത്. അതിനുശേഷം ഇങ്ങോട്ട് 1991 മുതൽ 2015 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ വിഴിഞ്ഞം പദ്ധതിയുടെ നടത്തിപ്പ്, വിഴിഞ്ഞം പദ്ധതി ഇപ്പോഴെങ്കിലും 2018-19 അത് കമ്മീഷൻ ചെയ്യേണ്ടതാണെങ്കിൽ പോലും ഇപ്പോഴെങ്കിലും 2025 അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ കാരണം ഇവർ ഉമ്മൻചാണ്ടിയാണ് എന്ന് പറയുമ്പോഴും ഇത് കരുണാകരനിൽ നിന്ന്, MV രാഘവനിൽ നിന്ന്, കരുണാകരനിൽ നിന്ന്, നായനാരിൽ നിന്ന്, അച്യുതാനന്ദനിൽ നിന്ന്, AK ആൻ്റണിയിൽ നിന്ന്. AK ആൻ്റണി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബിഡ് നടത്തിയിരുന്നല്ലോ. AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ കമ്പനി വന്നിരുന്നല്ലോ. ആന്ധ്രാപ്രദേശിലെ കമ്പനി ബിഡ് ഏറ്റെടുത്തിരുന്നതാണല്ലോ. ആ ബിഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈനീസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അന്ന് ഇല്ലാതായത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 2013
13-ഉം 15-ഉമായ കാലഘട്ടത്തിൽ 13 തൊട്ട് 15 വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഇതിനു വേണ്ടി രംഗത്ത് വരുന്നത്. സ്വാഭാവികമായും 1991 മുതലുള്ള പ്രയത്നത്തിൻ്റെ ഭാഗം. പക്ഷെ അന്നെല്ലാം നിരസിച്ചത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നു, കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു. 2014 കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നതെങ്കിൽ 2025 ഈ പോർട്ട് ഇപ്പോഴും കമ്മീഷൻ ചെയ്യപ്പെടുമായിരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടിയോടാണോ കൂടുതൽ പ്രതിബദ്ധത അതോ നരേന്ദ്രമോദിയോടാണോ കൂടുതൽ പ്രതിബദ്ധത എന്നുള്ളതാണ് എൻ്റെ ചോദ്യം, ആദ്യത്തെ ചോദ്യം. കാരണം 1991 മുതൽ 2015 വരെയുള്ള 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഭരണകൂടങ്ങളായിരുന്നു. അതിനകത്ത് ഒരു 5 കൊല്ലം ഒഴിച്ചാൽ, വാജ്പേയിയുടെ കാലം ഒഴിച്ചാൽ. പക്ഷേ 1991 മുതൽ 2006-ലും 2008-ലും 2010-ലും എല്ലാം പല പ്രാവശ്യം, 91-ലും പല പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഇതിന് അനുമതി കൊടുത്തില്ല. പല 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 കാരണങ്ങൾ പറഞ്ഞ് അവരത് അനുമതി കൊടുക്കാതിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, VS അച്യുതാനന്ദൻ്റെ പേര് പോലെ, നായനാരുടെ പേര് പോലെ, AK ആന്റണിയുടെ പേര് പോലെ, MV രാഘവൻ്റെ പേര് പോലെ ഉമ്മൻചാണ്ടിയുടെ പേരും വിഴിഞ്ഞം പദ്ധതി നടപ്പാകാത്ത പോയതിൻ്റെ പേരിൽ കടന്നതിനെ 2014-ൽ കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്കാണോ നരേന്ദ്രമോദിക്കാണോ നാം ആദ്യം പ്രണാമം അർപ്പിക്കേണ്ടത്, ആദ്യം അഭിവാദ്യം അർപ്പിക്കേണ്ടത്, ആദ്യം പ്രതിബദ്ധത കാണിക്കേണ്ടത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ അനുമതി ഇപ്പോഴും കെട്ടിക്കിടന്നേനെ, ചുവന്ന ചരടിൽ കിടന്നേനെ. ദാറ്റ് ഈസ് എ നമ്പർ 1 പോയിന്റ്. നമ്പർ 2 പോയിന്റ് എന്താണ്? രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത് വയബിലിറ്റി ഫണ്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിലുള്ള സാമ്പത്തികമായ ഒരു സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലായാലും ശരി, ഇതൊരു കമ്പനിയായിട്ട് ഈ സാധനം പ്രവർത്തിക്കുകയാണ്. PPP പ്രോജക്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ PPP പ്രോജക്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇതിനൊരു MOU ഉണ്ട്. ആ MOU സൈൻ ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു ഫണ്ട് MOUവിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഇത്ര രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ഈ MOUയിൽ പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു തരുമോ എനിക്ക്? ഒരു കമ്പനി ഫ്ലോട്ട് ചെയ്ത് PPP പ്രകാരമായ പബ്ലിക് പ്രൈവറ്റ് പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് തയ്യാറാക്കി വെച്ചതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് സമീപിച്ചില്ല. ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് ഓണർഷിപ്പ് ഓഫ് കേരള സ്റ്റേറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും വരുന്നത് എവിടെ? അദാനിയുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് നിങ്ങൾ ആ MOU നോക്കാതെ വെറുതെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊടുക്കണം എന്ന് പറയുന്നത് പറ്റുമോ? കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊടുക്കും. അതെപ്പോഴാണ് കൊടുക്കുക? അത് ഏത് പോർട്ടിൻ്റെ വികസനത്തിലും 2 തരത്തിലുള്ള പോർട്ടുണ്ട്. 1926-ലെ പോർട്ട് ആക്ട് പ്രകാരവും 1963-ലെ മേജർ പോർട്ട് ആക്ട് പ്രകാരവും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ് കൊടുക്കുക. ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന നിലയിൽ 7,923 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിൽ 5,000 കോടി രൂപ അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈ വയബിലിറ്റി ഫണ്ടിൽ 818 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അത് തുറമുഖത്തിൻ്റെതാണ്. ഈ തുറമുഖം എന്ന് പറയുന്ന ഒരു അദാനിയും പിണറായി വിജയനും മാത്രം ഇരുന്നാൽ അവിടെ കപ്പൽ വരുമോ? അവിടെ പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അവിടെ കപ്പൽ വരണമെങ്കിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാവണം. ഈ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് MOUവിൽ ആരാ? പിണറായി സർക്കാരാണോ? അല്ല. അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ? ഞാനൊരു കാര്യം ചെയ്യാം, ആലപ്പുഴ ബൈപ്പാസ് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ പാതയുമായി ബന്ധപ്പെട്ട കാര്യം
1452 കോടി രൂപയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ട. ഐ എം പുട്ടിങ് അനദർ ക്വസ്റ്റ്യൻ. അദാനിയും പിണറായി, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടോ ആരെങ്കിലും ഈ ചർച്ചയിൽ അറിവ് ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മറുപടി പറഞ്ഞോട്ടെ. അപ്പോൾ അദാനിയും പിണറായി വിജയനും വിചാരിച്ചാൽ വിഴിഞ്ഞം പോർട്ട് വികസിപ്പിക്കാൻ പറ്റുമോ? വിഴിഞ്ഞം പോർട്ട് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഐ എം ആസ്കിങ് ഐ എം പുട്ടിങ് എ ക്വസ്റ്റ്യൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കൊച്ചിൻ പോർട്ടിൻ്റെ ട്രസ്റ്റി ആയിരുന്ന കാലഘട്ടത്തിലാണ് വല്ലാർപാടം ടെർമിനൽ ആ പദ്ധതിയുമായി വേണ്ടിയിട്ടുള്ള MOU സൈൻ ചെയ്യുന്നത്. അതിൽ അന്നത്തെ ട്രസ്റ്റി എന്ന നിലയിൽ എൻ്റെയും ഉണ്ട് ഒരു സൈൻ. പക്ഷേ അന്ന് വല്ലാർപാടം ടെർമിനലുമായി ബന്ധപ്പെട്ട് അവരുടെ DPR ഉണ്ട്. ആ DPR പ്രോജക്റ്റിൽ പറഞ്ഞിരിക്കുന്ന വോളിയം ഇതുവരെ എത്തിയിട്ടില്ല. അവരുടെ വോളിയം എത്രയായിരുന്നു? അവരുടെ വോളിയം എന്ന് പറയുന്നത് 10 lakh TU ആണ്. ഈ 10 lakh TU ഇന്നും എത്തിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ ഇവിടെ കേരളത്തിൽ നല്ല ചർച്ചയാണ്. കേന്ദ്രം പൈസ കൊടുത്തില്ല, കേന്ദ്രം പൈസ കൊടുത്തില്ല. കേന്ദ്രം അടിസ്ഥാന വികസനത്തിന് പൈസ കൊടുത്തു. കേന്ദ്രം വയബിലിറ്റി ഫണ്ടായിട്ട് തുറമുഖത്തിന് മാത്രമായിട്ടുള്ള ഫണ്ട് കൊടുത്തു. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മിസ്റ്റർ നമ്പ്യാർ, ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിചാരവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും ഉണ്ടെങ്കിലേ ഇത് വിജയിക്കൂ. എന്താ കാരണം? അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏതാണ്ട് ഒരു 10 വർഷം മുമ്പുള്ള കണക്കനുസരിച്ച് അതിനുശേഷം 10% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 10 വർഷത്തെ, അതായത് 2016 കാലഘട്ടം അനുസരിച്ച് 4,70,000 TU ആണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെൻ്റ് ആയിട്ട് ഉള്ളത് ഇന്ത്യയിൽ. ഈ ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് ആണ് ഇത് നടക്കുന്നത്. ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഈ ശ്രീലങ്കയിലേക്ക് പോകുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരണം. അതിന് പല കാരണമുണ്ട്. അല്ലെങ്കിൽ ആ ട്രാൻസ്ഷിപ്മെൻറ്റ് വിഴിഞ്ഞത്തേക്ക് വരണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു പക്ഷേ നഷ്ടം സംഭവിച്ചാൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ഈ പറഞ്ഞ ട്രാൻസ്ഷിപ്മെൻറ്റ് വിഴിഞ്ഞത്തേക്ക് വരുമ്പോഴേ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഗുണകരമായ പദ്ധതിയിലേക്ക് പോകൂ. അതുകൊണ്ട് ഇവിടെ പല ആൾക്കാരും, ഞാൻ 2 മിനിറ്റിൽ തീർക്കാം മിസ്റ്റർ നമ്പ്യാർ, പെട്ടെന്ന് തീർക്കാം. ഇവിടെ പല ആളുകളും സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറയുന്നത് ഗ്രാൻഡായിട്ട് കൊടുത്തു തൂത്തുക്കുടിക്ക് കൊടുത്തത് എന്തുകൊണ്ട്? അതെന്തായാലും അനിൽ നമ്പ്യാർ ചോദിച്ചില്ല. ഇവിടുത്തെ CPM കാരൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാ. തൂത്തുക്കുടിക്ക് കൊടുത്തത് എന്തുകൊണ്ട് കേരളത്തിന് കൊടുത്തില്ല? അടിസ്ഥാനപരമായ ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി നൽകുന്നുണ്ട്, കേന്ദ്രം കേരളത്തെ മാത്രം അവഗണിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ബൈപ്പാസ് തൊട്ടുള്ള കാര്യം 8 മന്ത്രിമാർ 2004 തൊട്ട് 2013 വരെയുള്ള 8 കാലഘട്ടത്തിൽ 8 മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടും ആലപ്പുഴ ബൈപ്പാസ് കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് റെയിൽവേയുടെ കാര്യത്തിൽ 372 കോടി രൂപയാണ് കൊടുത്തത്. ഇന്ന് 3042 കോടിയാണ് കൊടുക്കുന്നത്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയം 2009 തൊട്ട് 2014 വരെയുള്ള കാലഘട്ടത്തിൽ 10 കിലോമീറ്റർ വൈദ്യുതിവൽക്കരണം, തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വൈദ്യുതിവൽക്കരണം 4 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. റെയിൽവേ, റോഡിൻ്റെ വികസനം, റെയിൽവേയുടെ വികസനം. ഞാൻ ആ ചർച്ച ആ രീതിയിലേക്ക് പോകണ്ടെന്ന് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ കുറയ്ക്കുകയാണ്. സമുദ്രത്തിൻ്റെ, അതായത് 5000 കോടി കൊടുത്തുകൊണ്ട് വിഴിഞ്ഞത്ത് 271 കോടി രൂപ കൊടുത്തുകൊണ്ട് വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു, തുറമുഖ വികസനം നടക്കുന്നു. അതുപോലെ ഓരോ കേരളത്തിൻ്റെ പദ്ധതിക്കും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിനെ ഒപ്പമോ കൂടുതലോ കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, റവന്യൂ ഗ്രാൻഡ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കൊടുത്തത് കേരളത്തിനല്ലേ? ഇപ്പം പറയുന്നത് തൂത്തുക്കുടിക്ക് കൊടുത്തത് എന്തുകൊണ്ട്? അതാണ് ഒരു ചോദ്യം. ആ ചോദ്യം ഞാൻ ഉത്തരം എന്ന് പറഞ്ഞോട്ടെ. തൂത്തുക്കുടിക്ക് കൊടുത്തത് എന്തുകൊണ്ട് കേരളത്തിൻ്റെ വിഴിഞ്ഞത്തിന് കൊടുത്തില്ല? തൂത്തുക്കുടി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഓൺ തുറമുഖമാണ് തൂത്തുക്കുടി. അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണത്. അതിൻ്റെ മാനേജ്മെൻ്റ് ആണ് ഓട്ടോണമസ് ബോഡി ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ കേന്ദ്ര ഇവിടെ എങ്ങനെയാണ്? ഇത് PPP ആണ്. ഇവിടെ സ്വകാര്യ വ്യക്തി ഇതിൻ്റെ ലാഭം കൊണ്ടുപോകുന്നുണ്ട്. സ്വകാര്യ വ്യക്തി ലാഭം കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയിൽ
കേന്ദ്ര ഗവൺമെൻറ് വിഹിതം ചോദിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് വിഹിതമില്ല. കേന്ദ്ര ഗവൺമെൻറ് ചോദിക്കുന്നത് കൊടുത്ത പൈസ തിരിച്ചു തരാൻ മാത്രമാണ്. അപ്പോൾ വാസ്തവത്തിൽ അടിസ്ഥാനപരമായ അറിവില്ലായ്മ കൊണ്ട് കേന്ദ്രത്തിൻ്റെ തലയിൽ കയറ്റിവെക്കുക. അവിടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മോദി ഭരിച്ചില്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ ചോദിച്ചത്, ബഹുമാനപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി എന്തിനു വേദിയിലിരുത്തി? അതാണല്ലോ ചോദ്യം, ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ചോദ്യം. പിന്നെ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ പാർട്ടിയുടെ നേതാവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമാണ് വേദിയിലിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോഴും നെഹ്റു ഭരിച്ചപ്പോഴും മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോഴും ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ളതാണ്. നിഷേധിക്കാൻ പറ്റുമോ ഹരിക്ക്? ഞാൻ ഉദാഹരണങ്ങൾ പറയാം. രാജീവ് ചന്ദ്രശേഖർജി ഇരിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ കൂടെയാണ്. എന്താ സംശയം അതിന്? രാജീവ് ചന്ദ്രശേഖർജിക്ക് ഇരിക്കാൻ ഇടം കൊടുത്തു. എനിക്ക് ചിരി വരിക. കാരണം പ്രധാനമന്ത്രിക്ക് ഐത്തം കൽപ്പിച്ചവരാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും. പ്രധാനമന്ത്രിയുടെ ഒപ്പം ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നവരാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. മോദിയെ കണ്ടതിന് വിലക്കേർപ്പെടുത്തിയവരാണ് ഇന്ന് ഇരിക്കാൻ മത്സരിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യാത്മക ഭൗതിക കസേരവാദമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ ചിരി വരിക. ഇതിന് പേര് വൈരുദ്ധ്യാത്മക ഭൗതിക കസേരവാദം എന്നാണ്. ഞാൻ ചോദിക്കട്ടെന്ന്, മോദിയോടൊപ്പം ഇരിക്കില്ല. ആർ ശങ്കറിന്റെ പരിപാടി അനാച്ഛാദനത്തിന് വന്നപ്പോഴും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും മോദിയോടൊപ്പം ഇരിക്കില്ല. മോദിയെ കണ്ടതിന് നമ്മുടെ ഷിബുവിന് വിലക്കേൽപ്പിച്ചവരാ. ഇപ്പൊ ഞങ്ങൾ സദസ്സിലിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരന മുകളിലിരിക്കുന്നു. ശ്രീധരമായിട്ട് കസേര കിട്ടുന്നവർക്ക് വേദിയിലല്ല സദസ്സിലുമല്ല അവിടെ എവിടെ ഇരിക്കാനുള്ള അവകാശമില്ല. അവരുടെയൊക്കെ കിട്ടിയിട്ടുള്ള അധികാരവും കസേരയും ഒക്കെ ശ്രീധരൻ കിട്ടിയതാ. പക്ഷെ രാജീവ് ചന്ദ്രശേഖരന് ശ്രീധരൻ കിട്ടിയതല്ല. കഴിഞ്ഞ 19 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഇന്ത്യ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ നോമിനിയാണ്. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കേരളത്തിലെ പാർട്ടിയുടെ പ്രസിഡന്റാണ് രാജീവ് ചന്ദ്രശേഖർജി. അദ്ദേഹം കസേരയിട്ട് പ്രധാനമന്ത്രിയുടെ ഒപ്പം തന്നെ ഇരിക്കണം, മുഖ്യമന്ത്രിയുടെ ഒപ്പം ഇരിക്കണം. പ്രതിപക്ഷ നേതാവിന് അവിടെ ഇരിക്കാൻ വാസ്തവത്തിൽ മനസ്സ് അനുവദിക്കുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത് വേറെ ആരുടെയും കുഴപ്പമില്ല. ശശി തരൂർ അവിടെ ഇരുന്നല്ലോ. ശശി തരൂർ ഇരുന്നില്ലേ? കാരണം രാഹുൽ ഗാന്ധി അദാനിക്കെതിരായിട്ട് കണ്ടമാനം സംസാരിക്കുന്നുണ്ട്. അദാനിയെ വല്ലാതെ വെറുപ്പിച്ച് നടക്കുക. അതിൻ്റെ മറുപടിയാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പറഞ്ഞത്. ഇത് ഇന്ത്യ സഖ്യത്തിന് കിട്ടിയ ഇടിമിന്നലാണ്, അടിയാണ്. ഇടിമിന്നലാണെന്ന് പറഞ്ഞത് ഇടിമുഴക്കമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അവിടെ ശശി തരൂർ വേദിയിലിരിക്കുക. അപ്പോൾ ഇന്ത്യ സഖ്യം പറഞ്ഞു നടക്കുന്ന എന്താ? ഇന്ത്യ സഖ്യം പറഞ്ഞു നടക്കുന്നത് മുഴുവൻ അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം. ഇന്ത്യ അദാനിയോടൊപ്പം. ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇല്ലാത്തൊരു പദ്ധതിക്ക് അദാനിയോടൊപ്പം വാസവനും മുഖ്യമന്ത്രിയും ഒക്കെ ഇരിക്കുന്നു. അവിടെ ശശി തരൂരും ഇരിക്കുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഭയന്നിട്ടായിരിക്കണം അവിടെ ഇരിക്കാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ നാണു വിശ്വനാഥ്, കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നില്ലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് കൃത്യമായിട്ട് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇവിടെ വിശദീകരിച്ചു എന്താണ് കേന്ദ്രത്തിൻ്റെ റോൾ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പൂർണ്ണ ക്രെഡിറ്റ് ഇടതുമുന്നണി അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള 2017 അല്ലേ, 2017 തോന്നുന്നു മരീടൈം ആക്ട് അല്ലേ നടപ്പിലാക്കുന്നത്. കേരള മാരിടൈം ബോർഡ് കേരള മെരിടൈം ബോർഡ് ആക്ട് നടപ്പിലാക്കുന്നത് 2017. 8 വർഷം കഴിഞ്ഞു. വിഴിഞ്ഞം മാത്രമല്ല 17ഓളം അല്ലേ മൈനർ പോർട്ടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഈ വിഴിഞ്ഞത്തിന് വേണ്ടി വാദമുന്നയിക്കുന്നവർ അല്ലെങ്കിൽ വിഴിഞ്ഞം ഞങ്ങളുടെ ബേബിയാണ് എന്ന് പറയുന്നവർ ഈ ചെറിയ തുറമുഖങ്ങളുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു? ഓക്കെ, ഞാൻ അതിനു മുമ്പേ ഈ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെയും ലോകരാജ്യങ്ങളിലെയും മാരിടൈം സെക്ടറിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇവിടുത്തെ ലോകരാജ്യങ്ങളിലുള്ള മലയാളിയുടെ ഇന്നത്തെ മനസ്സിനെ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്കും കൂടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ഈ വിവാദം, അതായത് ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതൊക്കെയാണ്.
ഇത് ആവശ്യത്തിലധികം നമ്മളിപ്പോൾ ഈ പറയുന്ന തുറമുഖത്തിൻ്റെ കാര്യത്തിനകത്തിലേക്കായിട്ടില്ലേ? അവിടെ ഞാനൊരു ചരിത്രം ഓർമ്മിപ്പിക്കാനും കൂടെ ഈ അവസരം എടുക്കുകയാണ്. ഈ 1498 പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ വാസ്കോഡിഗാമ കേരളത്തിൽ എത്തിയപ്പോൾ കോഴിക്കോട് കാപ്പാട് എത്തിയ കാലം തൊട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ സാമൂതിരി, കോലോത്തിരി, കോഴിക്കോട്, കൊച്ചി നാട്ടുരാജാക്കന്മാർ തമ്മിലുണ്ടായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിവാദം അല്ലെങ്കിൽ ഈഗോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ് അവർക്കിവിടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫ്രഞ്ചുകാർ വരുന്നു, ഡച്ചുകാർ വരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, ഇന്ത്യയുടെ മാരിടൈം പിന്നെ ലൈഫിൻ്റെ തന്നെ നട്ടൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രങ്ങൾ നാം ഉൾക്കൊള്ളണം. വിവാദങ്ങളോ അല്ലെങ്കിൽ പരസ്പരം ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളോ ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് ഈ രാജ്യം, ലോകത്തുള്ള മലയാളികളും അല്ലെങ്കിൽ ലോകത്തുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും വിഴിഞ്ഞം തുറമുഖത്തെ കാണുന്നത്. ദയവായിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി മാധ്യമങ്ങളിൽ കൂടെയും അതുപോലെ തന്നെ പിന്നെ ഗൂഗിൾ ഇൻഫർമേഷനിൽ കൂടെയും എല്ലാം കിട്ടും. ദയവ് ചെയ്തിട്ട് നമ്മൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വിവാദത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി തയ്യാറാകണം. സാർ അനിൽ നമ്പ്യാർ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ അടുത്തതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിക്കുന്ന ഈ സാഹചര്യത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം ലോക വാണിജ്യ രംഗത്തും ലോക വാണിജ്യ സംസ്കാരത്തിനകത്തിലും പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവിടുത്തെ തീരുവയെ സംബന്ധിച്ച്, യൂറോപ്യൻ യൂണിയൻ തീരുവയെ സംബന്ധിച്ചെടുത്ത്, കോവിഡിന് ശേഷമുള്ള ഈ പറയുന്ന ചൈനയിൽ നിന്നുള്ള ബിസിനസ്സിൻ്റെ വിഡ്രോവൽസ്, ഇത് എല്ലാം നടക്കുന്ന ഒരു സമയത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം എന്ന് പറയുന്ന ഇന്ത്യയുടെ ലോകരാജ്യത്തിൻ്റെ സപ്ലൈ ചെയിനിൻ്റെ ആണിക്കല്ലാകാൻ പറ്റുന്ന വിഴിഞ്ഞം ഓപ്പൺ ചെയ്യുന്ന ഈ സമയം. അപ്പോൾ ഇവിടെ നാം ചെയ്യേണ്ടത് വളരെ വിവേകത്തോടു കൂടി, അതായത് G20 ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്ന് പറയുന്ന ലോജിസ്റ്റിക്സ് കോറിഡോറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും, അതായത് നമ്മൾ പോർട്ടെന്ന് പറയുന്നതിൻ്റെ ഒരു സ്ഥലത്ത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നാം ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങൾ, അതിനകത്തിൽ ഒരു കുറവായിട്ട് കാണാതെ പാർലമെൻറ്റേറിയൻസ്, ലെജിസ്ലേച്ചേഴ്സ്, എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതായത് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, എല്ലാവിധ പഞ്ചായത്ത്, ദാറ്റ് മീൻസ് സാധാരണ ജനങ്ങളിൽ തൊട്ട് നമ്മൾ ഈ പറയുന്ന ലോകത്തിനാവശ്യമായിട്ടുള്ള കാർഗോ എന്തൊക്കെയാണ്, ഡിമാൻഡ് സപ്ലൈയെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഈ ഉദ്ദേശത്തോടു കൂടിയാണ് 2016 ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും സുശക്തമായിട്ടുള്ള, അതായത് പോർട്ടുകളെ, പുതിയ പോർട്ടുകൾ ഉണ്ടാക്കുന്നത്, പിന്നെ പോർട്ടുകളെ നവീകരിക്കുന്ന സാഗർമാല പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും കണക്ടിവിറ്റി, ഇന്ത്യക്ക് 9 കോസ്റ്റൽ സ്റ്റേറ്റാണുള്ളത്, ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളെയും നമുക്ക് കണക്ട് ചെയ്യത്തക്ക തരത്തിലേക്കുള്ള, ഇന്ത്യക്ക് മറ്റ് അതിർത്തി രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യത്തക്ക തരത്തിലേക്കുള്ള റോഡ് കണക്ടിവിറ്റിയുടെയും ലോജിസ്റ്റിക്സ് പാർക്കുകളുടെയും ഇൻഡസ്ട്രിയൽ പാർക്കുകളെയും എല്ലാം കണക്ട് ചെയ്യുന്ന ഭാരത് മാല എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന മാരിടൈം വിഷൻ 2030 എന്ന് പറയുന്നത്, അതായത് എങ്ങനെ നമ്മൾക്ക് ഈ പറയുന്ന ലോകരാജ്യത്തിന് വേണ്ട വ്യാപാരവും ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ട്രേഡിനെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, റീജിയണൽ ബിസിനസ്സിനെയും റീജിയണൽ ഓപ്പർച്യൂണിറ്റിയെയും എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നുള്ള തരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരിക്കുന്ന ലോജിസ്റ്റിക്സ് പോളിസികൾ, അതായത് ഇന്ത്യ ഫേസ് ചെയ്യപ്പെടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതായത് ചൈന അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലേക്കുള്ള ഡെവലപ്ഡ് കൺട്രീസിനകത്തിലെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് 16 to 18% നിൽക്കുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന 8, 9, 10 നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് 16 to 18 ആണ്. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് സാഗർമാല, ഭാരത്മാല, PM ഗതിശക്തി, ഈ പറയുന്ന മാരിടൈം വിഷൻ 2030 ഇത്തരത്തിൽ നമ്മൾ ഹ്യൂജ് ഫണ്ടുകൾ ചെലവാക്കി ചെയ്യുന്നത്. കേരള ഗവൺമെൻറ് തന്നെ ഈ പറയുന്ന കേരളത്തിലെ മാരിടൈം സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ലോജിസ്റ്റിക്സ് പോളിസികളും ഇൻഡസ്ട്രിയൽ പോളിസികളും അതുപോലെ തീരദേശ പിന്നെ റോഡുകളുടെ വികസനവും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ നാം ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം,
ഇന്നത്തെ ദിവസം, അതായത് നമുക്ക് ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒന്നാം ഫേസ് നമുക്ക് റിയാലിറ്റിയിലേക്ക് വന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഗോയുടെ ഉൽപ്പാദനം കൂട്ടുന്നതായിരിക്കണം. നമ്മുടെ ചുറ്റുപാടും ഇരിക്കുന്ന ചെറുപ്പക്കാർ ഇവിടെ നിന്ന് നാട് വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നാം ആലോചിക്കേണ്ടത് ഗ്രാമം തൊട്ട് കാർഗോയുടെ ഉൽപ്പാദനത്തെ എങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, എങ്ങനെ കോസ്റ്റൽ ടൂറിസത്തെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും, ഫിഷർമാൻ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോടുകൂടി ഫിഷറീസിനെയും മറ്റു തരത്തിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോർട്ടും അല്ലെങ്കിൽ ICDയും വെയർ ഹൗസുകളും എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, മാരിടൈം തലത്തിലേക്ക് വേണ്ട തരത്തിലേക്കുള്ള ഇന്ന് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ 3,25,000 സീ ഫെയേഴ്സിനെ സപ്ലൈ ചെയ്തൊരു രാജ്യമായിട്ട് മാറി. ലോകം അതായത് ഒരു ഓഷ്യൻ ബേസ്ഡ് എക്കോണമി അല്ലെങ്കിൽ ബ്ലൂ എക്കോണമിയിലേക്ക് മാറുന്ന ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ലോകത്തിന് ആവശ്യം എന്ന് പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള സുശക്തമായ മാൻ പവറിന് ആവശ്യമുണ്ട്. ലോകവ്യാപാരം ഇന്ത്യയിലേക്ക് നാം ആകർഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കൊടുക്കാൻ നമുക്ക് നല്ലൊരു മാരിടൈം കൾച്ചർ ഉണ്ടാകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ എല്ലാ ഗതിവിഗതികൾക്കും അനുസരിച്ചിട്ട് IT സെക്ടറിനെ കൊണ്ടുവരണം, എഞ്ചിനീയറിങ്ങിനെ കൊണ്ടുവരണം, നാവിഗേഷനെ കൊണ്ടുവരണം, ഷിപ്പിങ്ങിനെ കൊണ്ടുവരണം, ലോജിസ്റ്റിക്സിനെ കൊണ്ടുവരണം, മാരിടൈം ലോയെ കൊണ്ടുവരണം, മാരിടൈം ആർബിട്രേഷനെ കൊണ്ടുവരണം, മറൈൻ സർവേ കൊണ്ടുവരണം, മറൈൻ ഇൻഷുറൻസിനെ കൊണ്ടുവരണം. അങ്ങനെ മാരിടൈമിൻ്റെ എല്ലാവിധ തലത്തിലേക്കും, ബിക്കോസ് മാരിടൈം സെക്ടർ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ അല്ലെ പോർട്ട് ആൻഡ് കമ്പൈൻ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ സപ്ലൈ ചെയിൻ നടത്തപ്പെടുന്നത് അതായത് ഒരു റീജിയണിൽ മാത്രമല്ല, വിഴിഞ്ഞമോ കേരളത്തിലെ നോൺ മേജർ തുറമുഖങ്ങളോ ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളോ ഇന്ത്യയിലെ കണ്ടെയ്നർ ടെർമിനലുകളോ ബിസിനസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യക്കോ മാത്രമല്ല, ലോകത്തെ ഊട്ടുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ ഇന്ന് ഭൂപടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് നമുക്ക് വേണ്ടത് മറ്റൊരു സംസ്കാരമാണ്. ഇന്നലെ വരെയും ഇന്ന് വരെയും ഞാനൊക്കെ കഴിഞ്ഞ 20 വർഷമായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിനാൽ കാര്യത്തെക്കുറിച്ച് ബ്ലൂ എക്കോണമിയെയും ലോജിസ്റ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പലർക്കും ആ വാക്ക് പോലും അറിയത്തില്ലായിരുന്നു. ഞങ്ങളെപ്പോലുള്ളവർ ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള പഠനവും ഞങ്ങളുടെ എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങളതിൻ്റെ പുസ്തകങ്ങൾ വാങ്ങിക്കാനും ലോകരാജ്യങ്ങൾ സഞ്ചരിക്കാനും പഠിക്കാനും. ഞങ്ങൾക്കാർക്കും ഈ പോർട്ടിനകത്തിൽ അവകാശമില്ലേ? അവകാശങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി അല്ല ഇപ്പോൾ. കാരണം മഹത്തായ ഒരു മാരിടൈം ചരിത്രമുള്ള രാജ്യം. നമ്മുടെ നാട്ടിൽ നിന്നും ബ്രെയിൻ ട്രെയിൻ ധാരാളം നടക്കുന്നു, നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ ധാരാളം കൂടുന്നു. നമ്മുടെ നാട്ടിലേക്ക് ബിസിനസ്സുകൾ കൊണ്ടുവരണം, നമ്മുടെ നാട്ടിലേക്ക് ടൂറിസം കൊണ്ടുവരണം. അടുത്ത തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ഇത് ഗോപാലകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്, അതല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കേരളത്തെ മാരിടൈം എഡ്യൂക്കേഷൻ്റെ ഹബ്ബാക്കി മാറ്റണം. അതായത് ബ്ലൂ എക്കോണമിയുടെ യൂണിവേഴ്സിറ്റികൾ, മാരിടൈം യൂണിവേഴ്സിറ്റികൾ, ഫോറിൻ ട്രേഡ് യൂണിവേഴ്സിറ്റികളെല്ലാം കേരളത്തിൽ സ്ഥാപിക്കണം. എന്തുകൊണ്ട് കേരളത്തെ അങ്ങനെ സ്ഥാപിച്ചാൽ ലോകരാജ്യങ്ങളിലുള്ള യൂറോയും ഡോളറും മറ്റു തരത്തിലുള്ള കറൻസികളും കൊടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് ഇവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിന് പറ്റിയ ഏറ്റവും നല്ല മണ്ണാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ, പ്രത്യേകിച്ചും കേരളം. 590 കിലോമീറ്റർ തീരദേശം, നമുക്ക് തിരുവനന്തപുരത്തൊരു മെഗാ പോർട്ട്, കൊച്ചിയിൽ പോർട്ട് ട്രസ്റ്റ് ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു ഒന്നാന്തരമായിട്ടുള്ള ലോകോത്തര നിലവാരമുള്ള ഷിപ്പ് നിർമ്മാണശാല, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ നമ്മുടെ മുന്നിൽ നിൽക്കപ്പെടുന്നു. അതേ തരത്തിൽ തന്നെ 17 നോൺ മേജർ തുറമുഖങ്ങൾ, 4 എയർപോർട്ടുകൾ, മലനാട് ഇടനാട് തീരദേശം, അതേ തരത്തിൽ തന്നെ ഇൻലാൻഡ് വാട്ടർവേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കോസ്റ്റൽ ഷിപ്പിങ്ങിന് വേണ്ടി ഉള്ള എല്ലാ വിധങ്ങളും, ഹാർബറുകൾ. ഇതിൽ കൂടുതൽ ഒരു യൂണിവേഴ്സിറ്റിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന എന്താണ് നമുക്ക് വേണ്ടത്? അപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുമ്പോൾ കാർഗോയിലും കണക്ടിവിറ്റിയിലും അതിനെ മാത്രമായിട്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മളുടെ ചർച്ചകൾ കൊണ്ടുപോകരുത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ആത്യന്തികമായിട്ട് പ്ലാനിംഗ് ബോർഡിനകത്തിലായാലും ലെജിസ്ലേച്ചറിനകത്തിലായാലും മറ്റ് സർവ്വ മേഖലകളും, ബിക്കോസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരു 10-25 അല്ലെങ്കിൽ 30 വർഷത്തെ ചരിത്രങ്ങൾ, 40 വർഷത്തെ ചരിത്രമെടുത്താൽ മാരിടൈം എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ഇടയിൽ ഇല്ലായിരുന്നു. അത് നമ്മളുടെ ഒരു കുറവാണ്. അപ്പോൾ ഞങ്ങളെപ്പോലൊക്കെയുള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ സ്വായത്തമാക്കിക്കൊണ്ട് ഈ നാടിന് ഒരു തരത്തിലുമുള്ള ലാഭമോ അധികാരമോ നോക്കാതാണ് ഞങ്ങൾ ഇത്തരത്തിലേക്ക് ഈ പറയുന്നത് സംസാരിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം ഇന്നത്തെ ചർച്ചകൾ കേട്ടുകൊണ്ട്, ഇപ്പോഴത്തെ ഈ ചർച്ചയല്ല, ലോകരാജ്യങ്ങളിലുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ബ്ലൂ എക്കോണമി ഫോറത്തിൻ്റെ ഗ്ലോബൽ ചെയർമാൻ എന്ന നിലയ്ക്ക് ഒരുപാട് തരത്തിലേക്കുള്ള വാട്സാപ്പ് മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ജനം
വളരെ പ്രതീക്ഷയോടുകൂടി അഭിമാനത്തോടുകൂടി നിൽക്കുന്ന ഒരു വല്ലാത്ത നിമിഷമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. തൻ്റെ രാജ്യം ലോകരാജ്യത്തിനെ ഊട്ടാൻ വേണ്ടുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വേണ്ടി വരുന്ന ലോക വ്യാപാരത്തിൻ്റെ 95% വരുന്ന ട്രേഡിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റീസും കൊടുക്കത്തക്ക തരത്തിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കി പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, നമ്മൾ ഒരു മാറി ചിന്തിക്കണം. നമ്മളുടെ അടുത്ത വരുന്ന 2028 അടുത്ത ഫേസ് പൂർണ്ണമാകുമ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് 2047 ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, 2030 മാരിടൈം മിഷൻ സക്സസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, കേരള ഗവൺമെൻറ് സുസ്ഥിര വികസനം അല്ലെന്നുണ്ടെങ്കിൽ സുസ്ഥിര ലോജിസ്റ്റിക്സ് പോളിസികളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ഗവൺമെൻറ്റുകൾ നൽകപ്പെടുന്ന അതായത് ഞാൻ ഈ ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് പോളിസിയും സാഗർമാലയൊക്കെ വളരെ ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒപ്പം തന്നെ സിംഗപ്പൂർ പോർട്ടിനെ കുറിച്ചും ബുസാൻ പോർട്ടിനെ കുറിച്ചും ജബലാലി പോർട്ടിനെ കുറിച്ചും ഹോങ്കോങ്ങിനെ കുറിച്ചും ചൈനയെ കുറിച്ചിട്ടുള്ളതിനകത്തിലും നെതർലൻഡിലെ പോർട്ടുകളെ കുറിച്ചിട്ടുള്ളതിനകത്തിലും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുമ്പോൾ ദി ബെസ്റ്റ് ഇൻ ദ വേൾഡാണ് ഇന്ത്യൻ മാരിടൈം പോളിസിയും ബാക്കിയുള്ള പല കാര്യങ്ങളും. പക്ഷേ സംഭവിച്ചു പോകുന്ന ട്രാജഡി, നമ്മൾ പലപ്പോഴും അതിൻ്റെ ആധികാരികമായിട്ടുള്ള നോളജിലേക്ക്, സ്കില്ലിലേക്ക്, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നാം പോകാതെ ഇപ്പം തന്നെ നമ്മളൊന്ന് നോക്കൂ, കഴിഞ്ഞ എത്ര ദശാബ്ദമായിട്ട് നമ്മൾ ഈ പറയുന്ന വിവാദത്തിൻ്റെ പിന്നിലാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ, ഈ പറയുന്ന അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ, നമ്മൾ പറയുന്നിട്ടുണ്ടോ വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ മാരിടൈം എഡ്യൂക്കേഷനെ നമുക്ക് ഇങ്ങനെ തരത്തിൽ ഡെവലപ്പ് ചെയ്യണം? നമ്മൾ പറയുന്നുണ്ടോ മാരിടൈം ലീഗൽ എഡ്യൂക്കേഷൻ ഇങ്ങനെ വേണം? ലോക ചരക്ക് വ്യാപാരത്തിൻ്റെ 95% നടക്കുന്നത് ഈ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനിലാണെങ്കിൽ, സുരേഷ് സാർ ഉൾപ്പെടെ അഡ്വക്കേറ്റ് ആണല്ലോ സാർ, നമ്മുടെ ഇടയിൽ എത്ര മാരിടൈം ലോയേഴ്സ് ഉണ്ട്? നമ്മുടെ ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് 1962 താരിഫ് ആക്റ്റും ഇല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്താരാഷ്ട്ര വ്യാപാരം നടത്താൻ പറ്റുമോ? എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്താൻ പറ്റുമോ? നമ്മുടെ സമൂഹത്തിനകത്തിലെ കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം അല്ല 17 നോൺ മേജർ, ഈ അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യത്തിലൂടെ ഞാൻ പറയുന്നു, 17 നോൺ മേജർ തുറമുഖമുണ്ട്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ കീഴിലൊരു പോർട്ടുണ്ട്, വല്ലാർപാടത്ത് പോർട്ടുണ്ട്, ഇത്രയും പോർട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് നടക്കണം എങ്കിൽ ഇന്ത്യയിൽ എവിടെ നിന്നായാലെങ്കിലും അല്ലെങ്കിൽ ലോകത്ത് എവിടെയായാലും അവിടെ കസ്റ്റംസ് ഇല്ലാതെ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ തുറമുഖം എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ വന്നപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ കുട്ടികളെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ കസ്റ്റംസിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിൽ അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു, ബില്യൺസ് ഓഫ് റുപ്പീസ് നമ്മൾ അതിനുവേണ്ടി കൊടുക്കുന്നു. മറു സൈഡിൽ നമ്മൾ ഇത്തരത്തിലേക്കുള്ള പല കാര്യത്തിലും, ഞാൻ ഒരിക്കലും ചർച്ചകൾക്കോ ഡിബേറ്റുകൾക്കോ മറ്റുള്ള കാര്യത്തിനൊന്നും തന്നെ എതിരായിട്ടല്ല ഞാൻ പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു ഹെൽത്തി സമൂഹം ഉണ്ടാകുള്ളൂ. പക്ഷേ ഈ മേഖലയിൽ കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതല്ല എങ്കിൽ ഇപ്പൊ ഈ പറയുന്ന നോൺ മേജർ തുറമുഖങ്ങൾക്ക് എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അടുത്ത ദിവസം തൊട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമാണ് വിഴിഞ്ഞം മാതിരി തന്നെ കേരളത്തിൻ്റെ ഓണർഷിപ്പിലുള്ള കേരള മാരിടൈം ബോർഡ് ആക്ട് 2017 അനുസരിച്ചിട്ട് രൂപീകരിച്ചിരിക്കുന്ന മാരിടൈം സെക്ടറിനകത്തിൽ കുറവുകളുണ്ടോ? നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, അതിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി, അതിനെ വിഴിഞ്ഞത്തോട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, അതിനെ കൊച്ചിയിലെ മേജർ പോർട്ടുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, അതിനെ വല്ലാർപാടത്തോട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. മേജർ പോർട്ടും നോൺ മേജർ പോർട്ടും വിഴിഞ്ഞം എന്ന് പറയുന്ന, അതായത് മെഗാ പോർട്ട് എന്ന് പറയുന്നതിൻ്റെ 1ാം സ്റ്റേജിലേ ആയിട്ടുള്ളൂ. ഇതിനെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, ടൂറിസത്തെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ചിന്തിക്കേണ്ടത് മാറിയാണ്. തീർച്ചയായും അതിനെ കൂടി ഉൾപ്പെടുത്തണം അല്ലേ? തീർച്ചയായിട്ടും. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കൂ, പോർട്ട് കേവലം ഒരു അടിസ്ഥാന സൗകര്യം മാത്രമാണ്. വള്ളങ്ങൾക്കും ഷിപ്പുകൾക്കും വന്ന് ആങ്കർ ചെയ്തു ബർത്ത് ചെയ്തു അതിലെ കാർഗോയെ കരയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ കരയിലേക്ക് കൊണ്ടുവരണം, കാർഗോയെയും പാസഞ്ചേഴ്സിനെയും വള്ളത്തിലേക്ക് അല്ലെങ്കിൽ ബോട്ടിലേക്ക് കൊടുക്കണം. അതിനുള്ള അടിസ്ഥാന സൗകര്യമാണ്. ആ അടിസ്ഥാന സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞ മാതിരി, CM പറഞ്ഞ മാതിരി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാവിഗേഷൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ സീഫെയർസിനെ നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഷിപ്പ് റിപ്പയറിങ്, ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് മാനേജ്. കാരണം ലോകം 95% വ്യാപാരം ഇങ്ങനെ നടക്കുമ്പോൾ ബ്ലൂ എക്കോണമിയിലേക്ക് മാരിടൈം മേഖല മാറുമ്പോൾ എത്രമാത്രം ഷിപ്പ് വേണം? ഇപ്പം നമ്മളിവിടെ പറഞ്ഞല്ലോ MS ഇറാനി എന്ന് പറയുന്ന ഒരു വലിയ കപ്പൽ ഇവിടെ വന്നെന്ന് പറഞ്ഞു. ഈ 3 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള ഒരു കപ്പലാണ്. അപ്പോൾ ആ കപ്പലിനകത്തിലേക്ക് ഹോസ്പിറ്റാലിറ്റിയിലെ, എഞ്ചിനീയറിലെ, ഓട്ടോമേഷനിലെ, ഡിജിറ്റലൈസേഷനെ, അപ്പം നമ്മൾ ടെക്നോളജി എഞ്ചിനീയറിംഗ് കോളേജിനെ എങ്ങനെ മാറ്റിവിടണം? വിഴിഞ്ഞം തുറമുഖം നമ്മൾ നിൽക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജ് നമ്മളെ അടയ്ക്കാൻ പോകുന്നു. അതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും നമുക്ക് മാറ്റി എങ്ങനെ
പോർട്ട് തരത്തിൽ ലീഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ലോകരാജ്യങ്ങളിലെ ഫോറിൻ ട്രേഡ് പോളിസികൾ എങ്ങനെയൊക്കെയാണ്, ലോകത്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എന്തെങ്ങനെയാണ്, എക്കണോമിക്കൽ സിറ്റുവേഷൻ എങ്ങനെയാണ്, UN എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നു, എന്തെല്ലാം തരത്തിലുള്ള ട്രീറ്റുകൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തേക്ക് നടക്കപ്പെടുന്നു, പ്രോട്ടോക്കോളുകൾ എന്തൊക്കെയാണ്, നമ്മളെ എക്കണോമിസ്റ്റുകളെ നാം അത്തരത്തിലേക്ക് വാർത്തെടുക്കണം. ലോകത്തിന്റെ ചലനം നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ പോർട്ട് ഒരു രാജ്യത്തിന്റെ സംഭാവന ഈ വിഷയം പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യണം. എല്ലാവരുടെയും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. അവരാണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മോദിയും അദാനിയും ഇല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമായിരുന്നോ? മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ ചെറുതായിട്ടുള്ള മൈനറായിട്ടുള്ള കുറേ പോർട്ടുകളുണ്ട്. ആ പോർട്ടുകളുടെ വികസനം അത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ശ്രീ നാണു വിശ്വനാഥിൻ്റെ സംസാരത്തിന് ശേഷം ശ്രീ അനിൽ നമ്പ്യാർ ഇങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കാൻ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് ചോദിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒരു മാസക്കാലം നീണ്ടു നിന്ന് പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് പാഠ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷാനുഭൂതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ രാഷ്ട്രീയ ചർച്ച ഇന്നത്തെ ദിവസമെങ്കിലും ശ്രീ നാണു വിശ്വനാഥിന്റെ അഭിപ്രായം മാനിച്ച് അവസാനിപ്പിക്കുക. നമുക്ക് ഒരു പുതു കേരളത്തിനും പുതു ഭാരതത്തിനും പുതു കേരളത്തിനും വേണ്ടിയുള്ള പരിശ്രമം അങ്ങനെയാണ് ഞാൻ ഈ കാര്യത്തിൽ ചർച്ച അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് പിന്നീട് കൂടുതൽ ഇരുന്ന് ചർച്ച ചെയ്യാം. അല്ല, എന്തായാലും കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും അതൊരു അതെ ഒരു സെല്യൂട്ടെങ്കിലും കൊടുക്കുക വക്കീലേ. അല്ല അങ്ങനെയല്ല. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ കമ്പൽഷൻസ് ആണ്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നിഷേധിക്കുന്നത് മറുകാലഘട്ടത്തിൽ വരുന്നത് അതൊരു ഒരു സാല്യൂട്ടിന് മാത്രമല്ല. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന് ഈ പ്രോജക്റ്റ് തന്നു, അത് അനുവദിച്ച് തന്നു. അദ്ദേഹം വേണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ചിരുന്നെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇത് വേണ്ട, ഇങ്ങനെയൊന്നും വേണ്ട, തൽക്കാലം ഇപ്പൊ കേരളത്തിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്സ്മാന് തീരുമാനിക്കാൻ കഴിയുമോ? ഇടത് മുന്നണിയിൽപ്പെട്ടവർ അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഞാൻ പറയാം, ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഉള്ള ലീഡർഷിപ്പിന്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അങ്ങനെയൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ കോറിലേറ്റഡ് ആണ്, പരസ്പര പൂരിതമാണ്. ഓക്കെ വക്കീലെ, വളരെ വ്യക്തമാണ്. എന്തായാലും നാണു വിശ്വനാഥ് പറഞ്ഞ കാര്യങ്ങൾ അത് താങ്കളൊന്ന് മനസ്സിൽ വെക്കണം. അതിൽ കൂടുതൽ ആശയവിനിമയം നടത്തണം. ഞാൻ അദ്ദേഹത്തിന് താങ്കളുടെ നമ്പർ കൊടുക്കാം കേട്ടോ. ഡോക്ടർ ഹരി, ഇനി ഞാൻ ചോദിക്കുന്നില്ല, താങ്കൾക്ക് മറുപടി പറയാം. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻജി പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്ന തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എവിടെ ഇരിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം കാണിച്ചത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. ഒരു സർക്കാർ പരിപാടിയിൽ വന്നിരുന്നുകൊണ്ട് BJPക്ക് മുദ്രാവാക്യം വിളിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണിച്ചത്. ഒരുപാട് ഇപ്പോൾ KPCCയുടെ ചിലപ്പം പ്രസിഡൻറ്റൊക്കെ പല പരിപാടികളിൽ ഇരുന്നിട്ടുണ്ടാവും. പക്ഷേ ശ്രീ ഗോപാലകൃഷ്ണൻ പറയണം, ഒരു BJPയുടെ പ്രസിഡന്റ് വന്ന് വേദിയിൽ കയറി ഇരുന്നിട്ട് ആ വേദിയിൽ ഇരുന്നു കൊണ്ട് BJPക്ക് സിന്ദാബാദ് വിളിക്കുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ഉള്ളത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഫണ്ടിനെ കുറിച്ച്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനെ കുറിച്ച്. 71 പോർട്ടുകൾക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. 71 പരിശോധിക്കാൻ രേഖകളുണ്ട്. ഈ 71 എന്തിനാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുന്നത്? സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള വലിയ പദ്ധതികൾ തുടങ്ങി അത് അതിലൊരു പ്രോഫിറ്റബിൾ ആകുന്നത് വരെ അത് പിടിച്ചു നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. അതിൽ കടമായി കൊടുത്തിരിക്കുന്ന 71-ൽ 71ാമത്തത് കേരളത്തിന് മാത്രമാണ് കടമായി കൊടുത്തിരിക്കുന്നത്. ബാക്കി നേരത്തെ പലയിടത്തും പറഞ്ഞ പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും ഇന്നെങ്കിലും ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനമായി കേരളത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കൊടുക്കാമായിരുന്നു. ഒരു പ്രയാസമില്ല. ഇവിടെ ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പോകാത്തതിനെ കുറിച്ചും ഗോപാലകൃഷ്ണൻജി ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പേടിച്ചിട്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോകണ്ടെന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം
സർക്കാർ പരിപാടിയാണെന്ന വ്യാജേന BJP-യുടെ പരിപാടിക്ക് പോയിരിക്കേണ്ട ഗതികേട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പോവാത്തത്. Yes. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവിടെ മറുപടി ചോദിക്കാനായിട്ട് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചില്ലേ, ഇവിടെ അനിൽ വളരെ കൃത്യമായിട്ട് സുരേഷനോട് ചോദിച്ചില്ലേ എന്താണ് പറയാനുള്ളത്. അദ്ദേഹം വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറിയില്ലേ. എന്താ കാര്യം എന്നറിയോ, അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണ്. ആ അണ്ടർസ്റ്റാൻഡിങ് ഇന്ന് വളരെ കൃത്യമായി നമ്മൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഈ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ നമ്മൾ കണ്ടു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി നൽകിയിട്ടുള്ള ഒരു വലിയ സംഭാവനയാണ് ഈ രാജ്യത്ത് സിംഗപ്പൂർ പോലെ കേരളം മാറ്റാൻ നാളുകളിൽ ഈ പരിപാടി ഈ വിഴിഞ്ഞം പോർട്ട് കൊണ്ട് നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതിലെല്ലാ കാര്യത്തിലും ഞങ്ങൾ ആ പിന്തുണ കൊടുക്കുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ശരിയായ വിവരങ്ങൾ എത്തിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക്. ഓക്കെ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, പെട്ടെന്ന് മറുപടി. ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി, അതുകൊണ്ടാണ്. അല്ല, ഞാൻ മിസ്റ്റർ ഹരിയോട് ആദ്യം എനിക്ക് എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബുജിയോട് പറയാനുള്ളത്, അങ്ങ് ഈ കാര്യം അങ്ങയുടെ ഈ മുന്നണിയായിട്ടുള്ള LDF മുന്നണിയിലെ പ്രത്യേകിച്ച് മന്ത്രിമാർ, ചില മന്ത്രിമാർ സദസ്സിലിരിക്കാൻ സ്ഥലം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വികൃതമായ ഭാഷയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോടൊന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കണം. ഇന്നെങ്കിലും ഇങ്ങനത്തെ പോസ്റ്റ് LDF ഇടാൻ പാടില്ല എന്ന് വാസ്തവത്തിൽ പറയേണ്ടത് അവരോടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങ് ഉപദേശിച്ചാൽ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഹരി പറഞ്ഞത് തെറ്റാണ് ഹരി. കാരണം ഈ UPA-യുടെ ഭരണകാലത്ത് നിങ്ങൾ ഓരോ പ്രധാനമന്ത്രിമാർ പോയിട്ട് UPA-യുടെ പ്രധാനമന്ത്രിമാർ അഥവാ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാർ പോയി അവർക്ക് ഇഷ്ടമുള്ള മാതിരി പണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം, ഇനി നിങ്ങൾ ഓരോ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഓരോ ആളുകൾക്കോ ഇനി നിങ്ങൾ തിരിച്ചടയ്ക്കണ്ട, ഇനി നിങ്ങൾ തരണ്ട എന്നൊക്കെ പറയുന്നത് പോലെ നരേന്ദ്രമോദി പറയുമെന്ന് നിങ്ങൾ ധരിക്കരുത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടത് ഈ വിഴിഞ്ഞം പോർട്ടിന് എന്താണ് പറയില്ല, അങ്ങനെ സൗജന്യങ്ങളൊന്നും കൊടുക്കില്ല എന്ന് പറയരുത്. അതിനിടയ്ക്ക് എന്താ പറഞ്ഞത്? അല്ല, കേരളമായതുകൊണ്ട് പ്രധാനമന്ത്രി അങ്ങനെ സൗജന്യം കൊടുക്കില്ല എന്ന് പറയരുത്. എത്ര വാസ്തവത്തില് ഡോക്ടർ GV ഹരി എത്ര പദ്ധതികൾ. ഞാനൊന്ന് പറയട്ടെ ഹരി, നിങ്ങൾ എത്ര കൊല്ലം ഭരിച്ചതാപ്പാ ഈ കേരളത്തില്? ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. കേരളത്തിലെ 8 മന്ത്രിമാരുണ്ടായിട്ട് ആ ബൈപ്പാസ് ഒന്ന് തുറക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ, അതായത് മൻമോഹൻ സിംഗ് നൽകിയതിനേക്കാൾ കൂടുതൽ 10 വർഷത്തിൽ എല്ലാ മേഖലയിലും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ? അനുവദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പരസ്യമായിട്ട് ഈ വിഷയത്തിൽ ജനം ചാനലിലെ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നേരിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാനൊന്ന് പറഞ്ഞ് തീരട്ടെപ്പാ. ഞാൻ പറഞ്ഞത് മാരിറ്റ് സമുദ്ര വികസനം ഞാൻ നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാ. റെയിൽവേയുടെ കാര്യം, റോഡിൻ്റെ കാര്യം, സർവ്വമേഖലയുടെ കാര്യം. എന്തിനെന്ന് ഈ കപ്പൽ നിർമ്മാണശാലയ്ക്ക് 2024 4000 കോടി രൂപയിൽ അനുവദിച്ചത്. 1800 കോടി രൂപ ഡ്രൈ ഡോക്കിന് അനുവദിച്ചില്ലേ? INS വിക്രാന്തിനേക്കാൾ വലിയ വിമാനവാഹിനിയുടെ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പൈസ അനുവദിക്കാതെ പൂട്ടാൻ പോയതാണ് ഷിപ്പ്യാർഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്. എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊച്ചിൻ പോർട്ടിൻ്റെ ട്രസ്റ്റി ആയിരുന്നു, എനിക്കറിയാം. ഇനി ഒരു സെക്കൻഡിൽ തീർക്കപ്പാ, ഒറ്റ സെക്കൻഡിൽ തീർക്കാം. ഞാൻ ആകെ ഒരു പ്രാവശ്യമല്ലേ സംസാരിച്ചുള്ളൂ. ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ മിസ്റ്റർ വേണുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും. വിഴിഞ്ഞത്തിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? വിഴിഞ്ഞത്തിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലം തൊട്ട് തിരുനെൽവേലി വരെയുള്ള സ്ഥലമാണ്. കാരണം പൊള്ളാച്ചിയും അതുപോലെ തിരുപ്പൂരും ഒക്കെ വല്ലാർപാടത്തേക്കാണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും കൊല്ലത്തുനിന്ന് ചെങ്കോട്ടയിലേക്കും ഒക്കെ റെയിൽവേയുടെ വികസനം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വിഴിഞ്ഞത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആരാ? കേന്ദ്ര ഗവൺമെൻറ്റാണ്. വൈദ്യുതീകരണം പൂർണ്ണമായി നടന്നു. എത്ര കാലമായി എറണാകുളം, കോട്ടയം, കായംകുളം ഈ ഭാഗത്തെ റൂട്ട് ഇരട്ടിക്കാതെ എത്ര കാലമായി? അപ്പോൾ ഇതൊന്നും നിങ്ങൾ പറയില്ല. നിങ്ങൾക്കാകെ പറയാനുള്ള ഒന്നാണ്, പൈസ കുറച്ചങ്ങോട്ട് കൊടുക്കാറുന്നില്ലേ? 70 സ്ഥലത്തെ പൈസ കൊടുത്തിരിക്കുന്നതും ഗ്രാൻഡായിട്ട് കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം
ഗ്രാൻഡായിട്ടാണല്ലോ ആദ്യം മറ്റേ ലോണായിട്ടായിരുന്നല്ലോ തൂത്തുക്കുടി കൊടുത്തത്, സോറി മറ്റേ പോണ്ടിച്ചേരി കൊടുത്തത്. Yes, അവസാനിപ്പിക്കാം. ഇന്ത്യ സമയം. ഒറ്റ കാര്യം ഞാൻ കേന്ദ്ര അങ്ങ് പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞത് ഇത് സൗജന്യമായി കൊടുക്കണമെന്നല്ല, ഇതിന് പലിശയുണ്ട്. ഈ 817 കോടി രൂപയ്ക്ക് പലിശ അടക്കം 10,000 കോടി രൂപയ്ക്ക് അടുത്ത് അതിന്റെ തിരിച്ചടവ് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒഴിവാക്കി കൊടുക്കാമെന്നുള്ളതാണ്. പലിശരഹിതമായിട്ടെങ്കിലും കൊടുക്കാമായിരുന്നു പറഞ്ഞു. പലിശരഹിതമായിട്ട് കൊടുക്കാമായിരുന്നു കേരളത്തിന്. അതേ ഞാൻ പറഞ്ഞു. അതേ അദാനി തന്നെയാണ് ഉമ്മൻചാണ്ടിയും, അതേ അദാനിയാണ് പിണറായി വിജയനുമായി ഇവിടെ സഖ്യം ചേരുന്നത്. അതും നമ്മൾ മറക്കരുത്. എല്ലാവരും ഒരേ കേന്ദ്രമാകുന്നു. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതുകൊണ്ട് വികസനം ഇനിയും വരട്ടെ. നമുക്ക് വിവാദങ്ങൾ തൽക്കാലം മാറ്റിവെക്കാം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.